ഇന്ത്യ മുന്നണിക്ക് ജീവൻ വെച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ രണ്ട് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മൾ. ഒന്ന് ഹരിയാന, മറ്റൊന്ന് ജമ്മു കാശ്മീർ. രണ്ടിടങ്ങളിലും 90 സീറ്റുകളിലേക്ക് വീതം നടന്ന തിരഞ്ഞെടുപ്പ്. ഇന്ത്യ മുന്നണി ഹരിയാനയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നാഷണൽ കോൺഫറൻസും ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജമ്മു കാശ്മീരിലും. BJP PDP സഖ്യമില്ലാത്തത് BJPയെ കുഴയ്ക്കുന്നുണ്ടോ ജമ്മു കാശ്മീരിൽ? അതേസമയം ഹരിയാനയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം 10 വർഷമായി തുടരുന്ന BJP ഗവൺമെന്റിനുണ്ട്. മനോഹർലാൽ ഖട്ടർ 2014 നേടിയ മിന്നും വിജയം 2019 ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ ശക്തമായ ഒരു മേധാവിത്വം ഹരിയാനയിൽ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് അന്ന് പ്രതിഫലിച്ചു. എന്നാൽ 2021 ചിത്രം മാറിയിരിക്കുന്നു. പ്രേക്ഷകർക്ക് റിപ്പോർട്ടറിന്റെ സ്ക്രീൻ ലേഔട്ടിൽ കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച നിമിഷം തന്നെ ഈ ലേഔട്ടിൽ ഡിജിറ്റുകൾ വന്ന് നിറയും. ഇന്ത്യ മുന്നണിയോ BJPയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബാലകൃഷ്ണൻ, ഹരിയാനയിലേക്ക് എത്തിയാൽ അവിടെ ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രണ്ടും രണ്ടായി മത്സരിക്കുന്നു എങ്കിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം അവസാനത്തെ നിമിഷം വരെയുമുണ്ട്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ റാലി നടത്തിയ ആളാണ്. അതെ, ആ വലിയ ആത്മവിശ്വാസം അവിടെ പ്രതിഫലിക്കുമോ എന്നതാണ് ചോദ്യം. നോക്കൂ അരുണേ, ഇപ്പൊ ഹരിയാന നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹരിയാന എക്കാലത്തും കോൺഗ്രസിന്റെ ഒരു ശക്തമായ തട്ടകമായിരുന്നു. നമുക്കറിയാലോ, ഭജൻലാലിനെ പോലെ, ബൻസിലാലിനെ പോലെയൊക്കെയുള്ള, ഭൂപീന്ദർ സിംഗ് ഹൂഡയെ പോലെയൊക്കെയുള്ള വലിയ നേതാക്കളുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ ഒരു പ്രാദേശിക രാഷ്ട്രീയ ശക്തി രൂപപ്പെടുന്നുണ്ടല്ലോ, അതാണ് ലോക്ദൾ എന്ന് പറയുന്നത്. ദേവിലാലിന്റെ താവൂന്നാണ് ദേവിലാലിനെ വിളിക്കുന്നത്. അതെ, ഹരിയാനയുടെ ഒരു ദൈവം പോലെയാണ് ഈ പറയുന്ന ദേവിലാല്. അപ്പൊ ഈ പറഞ്ഞ BJP ഒരു സാന്നിധ്യമേ ആയിരുന്നിട്ടില്ല ഹരിയാനയിൽ. എന്നാൽ സാന്നിധ്യമാകുന്ന എപ്പോഴാണ്? 2014 മുതലാണ്. 2014 വലിയ തരംഗമായി മോഡി രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ മുന്നേറ്റമാണ് ഹരിയാനയിൽ കഴിഞ്ഞ 10 വർഷം BJP ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സംശയലേശമിനെ നമുക്ക് തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അറിയാം. 2009 തെരഞ്ഞെടുപ്പിൽ കേവലം 4 സീറ്റുകളായിരുന്നു ഹരിയാന അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. BJPക്ക് കേവലം 4 സീറ്റുകൾ. ആ 4 സീറ്റിൽ നിന്ന് 2014 വരുമ്പോൾ 47 സീറ്റുകളായി വളർന്നു. ഒറ്റ കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ. പക്ഷേ 2019 വരുമ്പോൾ BJPയുടെ സീറ്റ് കുറയുന്നു. എന്നിട്ട് 40 സീറ്റിലേക്ക് വന്നിട്ട് സഖ്യകക്ഷി ഭരണത്തിലേക്ക് BJP പോകുന്നു. ഞാൻ പറയുന്നത് ഹരിയാനയിൽ BJP ഗ്രോത്ത് അല്ല കാണിക്കുന്നതെന്നാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് 10 കിട്ടി, മോഡി തരംഗത്തിൽ കിട്ടി. എന്നാൽ 2019 10ൽ 10 കിട്ടി. 2024 ആയപ്പോഴോ 5-5 എന്നായി. അപ്പൊ ലോക്സഭയിൽ ഈ പറയുന്ന താഴത്തേക്കുള്ള ഗ്രാഫാണ് നമുക്ക് ഹരിയാനയിൽ കാണാൻ കഴിയുന്നത്. നിയമസഭയിൽ നോക്കിക്കോളൂ, 2014 47 സീറ്റ്, 2014 47 സീറ്റ്, 2019 40 സീറ്റ്. സീറ്റിന്റെ കുറവ്. പക്ഷേ വോട്ട് പെർസെന്റേജിന്റെ കാര്യത്തിൽ BJP 33% നിന്ന് 36% ഹരിയാനയിൽ വളരുന്നുണ്ട്. പക്ഷേ സീറ്റാക്കി മാറ്റാൻ പറ്റുന്നില്ല. എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും താഴത്തേക്കാണ് BJP വരുന്നതെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം നോക്കൂ. 2014 അവർക്ക് നിയമസഭയിൽ 15 സീറ്റാണുള്ളത്. എന്നാൽ 2019 അവർക്ക് 31 സീറ്റ് കിട്ടുന്നുണ്ട്. 16 സീറ്റിന്റെ വളർച്ച അവർ അപ്പോൾ തന്നെ കാണിക്കുന്നു. ഇരട്ടി സീറ്റ് കിട്ടുന്നു. അതേപോലെ തന്നെ ലോക്സഭ നോക്കൂ, 2014 അവർക്ക് 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 2019 അവർക്ക് 1 സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2024 വരുമ്പോൾ 5 സീറ്റ് പിടിക്കുന്നു. അതായത് ഹരിയാനയെ സംബന്ധിച്ച് BJP ഒരു ഡിമിനിഷിംഗ് ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ കോൺഗ്രസ് അപ്വേർഡ് ആണ് എന്ന് കാണാം. ആ അർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു സാധ്യത ഹരിയാനയിൽ കാണുന്നു. രണ്ടാമതൊരു കാര്യം കൂടി പറയാം. നോക്കൂ, 10 വർഷത്തെ ആന്റി ഇൻകംബൻസി എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവസാനം ഈ മനോഹർലാൽ ഖട്ടറിനെ മാറ്റുന്നത് പോലും ഈ ആന്റി ഇൻകംബൻസി വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് സൈനിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും കൂടി അവിടെ രൂപപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ നിശ്ചയമായും താങ്കൾ പറഞ്ഞല്ലോ, ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ, അൺഎംപ്ലോയ്മെന്റ്, അഗ്നിവീർ, ഇങ്ങനെ കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നിശ്ചയമായും വിചാരിക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തുമെന്നും ഇക്കുറി സർക്കാർ ഉണ്ടാക്കും എന്ന് തന്നെ. തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ഒരു ചോദ്യം, ഭൂപീന്ദർ സിംഗ് ഹൂഡ ഉണ്ടാക്കുമോ, കുമാരി ഷെൽജി ഉണ്ടാക്കുമോ എന്നൊരു ചോദ്യം കൂടി വിഷയമുണ്ട്. BJPക്ക് ശക്തമായ വിഷയമുണ്ട്. കാരണം ഒരു മുൻമന്ത്രി അടക്കം, അതായത് രജിത് സിംഗ് എന്നങ്ങാണ്ടാണ്, രജിത് സിംഗ് ചൗട്ടാല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, പവർ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കും. പ്രകാശ് തൽവാർ കോൺഗ്രസിലേക്ക് വന്നു. അതെ, അപ്പം 8 പ്രധാനപ്പെട്ട നേതാക്കളാണ് BJPയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ഒരു മുൻമന്ത്രിയും MLAയും അടക്കം 8 പ്രധാനപ്പെട്ട നേതാക്കളാണ് BJPയിൽ നിന്ന് വിട്ടുപോയെന്ന് മാത്രമല്ല, അവർ റിബലായി മത്സരിക്കുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പോലെ കുമാരി ഷെൽജ ആദ്യഘട്ടത്തിൽ വിട്ടുനിന്നിരുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡയും ഷെൽജയും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ട്. ആ ഏറ്റുമുട്ടൽ അവസാന നിമിഷം വരെ പരിഹരിക്കുന്നതിനകത്ത് കേന്ദ്ര നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ അവസാനം ഇടക്കാലത്ത് ഷെൽജ
BJP-യിലേക്ക് പോകും എന്ന് പോലും വിചാരിച്ചിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന ഈ റിബൽ ഇഷ്യൂവിനൊക്കെ അപ്പുറത്ത് ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഫാമേഴ്സ് ഇഷ്യൂ, അൺഎംപ്ലോയ്മെന്റ്, അതേപോലെ തന്നെയുള്ള ഈ ആന്റി ഇൻകംബൻസി, ഈ ഫാക്ടേഴ്സ് ഒക്കെ വരുന്നു. രാഹുലാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ റാലി നടത്തിയത്. അരുണെ, ഏറ്റവും കുറവ് റാലി നടത്തിയ നരേന്ദ്രമോദിയാണ്. അത് ആത്മവിശ്വാസ കുറവിന്റെയും ആത്മവിശ്വാസ കൂടുതലിന്റെയും പ്രതിഫലനം എന്ന നിലയിൽ തന്നെ നമുക്ക് കാണാം. നമുക്കൊപ്പം PR സുനിൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ആദിൽ പാലോടും നമുക്കൊപ്പം ചേരും. ഹരിയാനയിലെ രാഷ്ട്രീയ വിശേഷങ്ങൾ നോബിളും നമുക്കൊപ്പമുണ്ട് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നും. ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിച്ചു എന്ന് നമുക്ക് ആദ്യം നോബിളിനോട് ചോദിക്കാം. നോബിൾ ഇപ്പോൾ നിൽക്കുന്നത് ഏതെങ്കിലും പോളിംഗ് ബൂത്തിന് മുന്നിലാണോ? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? നമ്മൾ ഗുരുഗ്രാമിൽ നിന്നാണ് ഇന്നത്തെ രാവിലെ പോളിംഗ് ബൂത്തിലെ വിശേഷങ്ങൾ പങ്കുവെച്ച് തുടങ്ങിയത്. ഹരിയാനയിൽ വോട്ടെടുപ്പ് അവസാനിച്ചോ? അരുൺ, ഹരിയാന വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഇനിയിപ്പോൾ വോട്ട് എണ്ണുന്നതുവരെ കണക്കുകൾ കൂട്ടിയാണ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ കാലത്തെ BJP ഭരണത്തിന് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് വരും? ഹാട്രിക് വിജയവുമായി വീണ്ടും BJP വരുമോ? അതല്ല, എക്കാലത്തും ഹരിയാനയിൽ ഏറ്റവും പ്രതാപമുണ്ടായിരുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ആ പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് വരുമോ എന്നാണ് ഇപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. നേരത്തെ അരുൺ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇത് എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ എല്ലാം പ്രത്യേകിച്ച് കർഷക സമരമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും, അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ അഗ്നിവീർ ഉൾപ്പെടെയുള്ള മറ്റ് സൈനികരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഒക്കെ ഇതൊക്കെ രാജ്യത്ത് പ്രധാനമായി ചലനങ്ങൾ ഉണ്ടാക്കിയ വിഷയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ വിഷയമാണ്. ഈ വിഷയങ്ങളൊക്കെ അതേപടി ഹരിയാനയുടെ മണ്ണിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ എന്താണ് പ്രധാനപ്പെട്ട കാര്യം? അതിനൊരു വിധിയെഴുത്ത് വരുമ്പോൾ സ്വാഭാവികമായും നിലവിലത്തെ 10 വർഷത്തെ ഭരണത്തിന് കീഴിൽ BJP-ക്കെതിരെ വലിയ ജനവികാരം സംസ്ഥാനത്ത് ഉണ്ട് എന്നതാണ് പ്രത്യക്ഷമായ ഒരു യാഥാർത്ഥ്യം. അത് പല കോണുകളിലും നമ്മൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊപ്പം ചേരുന്നുണ്ട് PR സുനിൽ. ഇനി അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. നാഷണൽ ഏജൻസികൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ, നിമിഷങ്ങൾക്കുള്ളിൽ സ്ക്രീനുകളിലേക്ക് എത്തിക്കുന്ന മുറയ്ക്ക് നമ്മൾ പ്രേക്ഷകരിലേക്കും എത്തിക്കും. ഹരിയാന വളരെ നിർണായകമായി തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലാണ്. എനിക്ക് തോന്നുന്നു ഹരിയാനയിൽ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 60% 5 മണിക്ക് മുൻപേ തന്നെ പോൾ ചെയ്തിരുന്നു. അതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുമോ? 10 വർഷത്തെ BJP സർക്കാരിനെതിരെയുള്ള വോട്ടെടുപ്പായിരിക്കുമോ? ഇനി ഒരു പുതിയ ഉയർപ്പിന് വേണ്ടി ഇന്ത്യ മുന്നണിക്ക് പ്രാണവായു നൽകുന്ന വോട്ടെടുപ്പായിരിക്കുമോ ഇപ്പോൾ സമാപിച്ചിട്ടുണ്ടാവുക ഹരിയാനയിൽ? PR സുനിൽ. അരുൺ, എന്തായാലും കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ട് തന്നെയാണ് ഹരിയാനയിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഏതാണ്ട് 61% വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. വലിയൊരു പോളിംഗ് ശതമാനം, അല്ലെങ്കിൽ വലിയൊരു കുത്തനെയുള്ള ഉയർച്ച എന്നതിനപ്പുറത്തേക്ക് ഈ പോളിംഗ് ശതമാനം, അല്ലെങ്കിൽ ഹരിയാന ഇത്തവണ വിധി എഴുതിയിരിക്കുന്നത് തീർച്ചയായും കോൺഗ്രസിന് അനുകൂലമായിട്ടായിരിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അന്ന് മോദി തരംഗം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഉയർത്തി കാണിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ പോലും BJP-ക്ക് ഹരിയാനയിൽ കിട്ടിയത് 5 സീറ്റ് മാത്രമാണ്. അതിനു മുൻപുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ 10-ൽ 10 സീറ്റും നേടിയ BJP 5 സീറ്റിൽ ഒതുങ്ങി. 5 സീറ്റ് കോൺഗ്രസിന് കിട്ടി. നിയമസഭയിലെ സാഹചര്യം അന്നത്തെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ BJP 43 സീറ്റിലേക്ക് കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗമില്ലാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്. അപ്പോൾ അത്രയും സീറ്റിലേക്ക് പോലും BJP-ക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പൊതുവെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. ഏതാണ്ട് നിമിഷങ്ങൾക്കകം തന്നെ ഹരിയാനയിലെ എക്സിറ്റ് പോൾ ഫല സൂചനകൾ പുറത്തുവരും. അത് കോൺഗ്രസിന് വലിയ മേൽക്കൈ നൽകുന്നതായിരിക്കും എന്ന സൂചനകൾ നിലപാട് നിർണായകമായിരിക്കും. INLDക്ക് വലിയ കരുത്തവണ തെളിയിക്കാൻ കഴിയില്ലെങ്കിൽ പോലും JJP ഒരു കറുത്ത കുതിരയാകുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. BJP-യുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം ദുഷ്യന്ത് ചൗട്ടാലയുടെ JJP 66 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 3 സീറ്റുകൾ, 14.18% കഴിഞ്ഞ തവണ JJP തിരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ JJP നിർണായകമാകുമോ? ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമല്ല, NDAയുടെ ഭാഗവുമല്ല JJP എന്നതാണ് ശ്രദ്ധേയം. അപ്പോൾ JJP അവിടെ നിർണായകമായി തീരാൻ സാധ്യതയുണ്ടോ ഇത്തവണ, പ്രത്യേകിച്ച് ജാട്ട് വോട്ടുകൾക്കിടയിൽ?
ഒരു കാര്യം കൂടി സുനിൽ, ഇപ്പം JJP ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നത്. JJP അവിടെ ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടിയുമായിട്ടുള്ള ആസാദ് സമാജ് പാർട്ടിയുമായിട്ട് ചേർന്ന് മത്സരിക്കുന്നു. അപ്പം JJPയും ആസാദ് സമാജ് പാർട്ടിയും കൂടി മത്സരിക്കുന്നു ഒരു മുന്നണിയായിട്ട്. അതേപോലെ വേറൊരു മുന്നണിയുണ്ട്, ഇന്റർനാഷണൽ ലോക്ദളും BSPയും കൂടി ചേർന്നൊരു മുന്നണിയുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഒരു 5 കോർണേഡ് മത്സരം എന്ന് പറയാം. 5 കോർണേഡ് മത്സരം എന്ന് പറയുമ്പോൾ BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, കോൺഗ്രസും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കുന്നു, ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, INLDയും BSPയും കൂടി ഒരുമിച്ച് മത്സരിക്കുന്നു, JJPയും ആസാദ് പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കുന്നു. അങ്ങനെ 5 കോർണേഡ് കണ്ടസ്റ്റ് ആണ് നടക്കുന്നത്. പക്ഷേ പ്രധാനമായ മത്സരം നടക്കുന്നത് നമുക്കറിയുന്നത് പോലെ കോൺഗ്രസിനും BJPക്കും ഇടയിൽ തന്നെയാണ്. എന്നാൽ അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ INLDയും BSPയും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന മുന്നണി, അതേപോലെ തന്നെ JJPയും ആസാദ് പാർട്ടിയും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന മുന്നണി, ഇത് ആരുടെ വോട്ട് ബാങ്കിനെ ഡാമേജ് ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആം ആദ്മി പാർട്ടി ഒരു വലിയ റോൾ വഹിക്കുന്നില്ല. കാരണം വെച്ചാൽ ഡൽഹി ബോർഡർ ചെയ്യുന്ന PR സുനിൽ നന്നായിട്ട് വിശദീകരിക്കാൻ പറ്റും. ഡൽഹി ബോർഡർ ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കും ആം ആദ്മി പാർട്ടി ഒന്ന് ഡാമേജ് ഉണ്ടാക്കുക. അതൊരു 1% വോട്ടൊക്കെ ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ INLDയും BSPയും ഈ JJPയും അതുപോലെ തന്നെ ആസാദ് പാർട്ടിയും കൂടി ചേർന്ന് ഈ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലാണോ ചോർച്ചയുണ്ടാക്കുക, അതോ BJPയുടെ വോട്ട് ബാങ്കിലാണോ ചോർച്ചയുണ്ടാക്കുക? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ പറയുന്ന ഹരിയാനയെ കൗതുകകരമാക്കുന്ന ഒരു കാര്യം. ഒരു ഡയറക്ട് ഫൈറ്റ് നടക്കുന്നത് BJPക്ക് ഗുണകരമാകുമോ എന്നാണ് ചോദ്യം. കാര്യം BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ 40 സീറ്റുകൾ നിലനിർത്തിയാൽ പോലും BJPക്ക് അത് നേട്ടമായിരിക്കും. അതെ, പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് അറിയാമോ? നമ്മൾ ഈ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ജാതി രാഷ്ട്രീയം നോക്കുമ്പോൾ BJP അവിടെ എപ്പോഴും ഹരിയാനയിൽ എപ്പോഴും കളിച്ചിട്ടുള്ളൊരു കളി, ഇപ്പം നമുക്കറിയാം, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ജാട്ട് സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണത്, സംസ്ഥാനമാണത്. ആ സംസ്ഥാനത്ത് 27% എന്ന് പറയുന്നത് ജാട്ട് സമുദായമാണ്. ബേസിക്കലി അവർ കർഷകരാണ്. അപ്പൊ ഈ ജാട്ട് സമുദായത്തിൽ വലിയ എതിർപ്പ് ഈ കർഷക പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നോക്കുന്നതേയില്ല BJP. മറിച്ച് BJP എന്താ ചെയ്യുന്നത് അറിയാമോ? നോൺ ജാട്ട് വോട്ടിനെയാണ് സമാഹരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ബ്രാഹ്മിൻ സമുദായം, OBC വോട്ട്, നമുക്കറിയാമല്ലോ നരേന്ദ്രമോദിക്ക് ഒരു OBC നേതാവ് എന്നുള്ള ഒരു പ്രതിച്ഛായയുണ്ട്. അതിനോടൊപ്പം തന്നെ ബ്രാഹ്മിൻസ് ഓൾറെഡി BJPയുടെ ഒപ്പമാണ്. അപ്പോൾ ഈ ബ്രാഹ്മിൻസിന്റെയും അതേപോലെ തന്നെ OBCയുടെയും വോട്ട് ചേർത്തുകൊണ്ട് ഈ ജാട്ട് സമുദായത്തെ മറികടക്കാൻ കഴിയുമോ എന്നാണ് അവർ നോക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് നായബ് സൈനി വരുന്നത്. നായബ് സൈനി ഈസ് ഫ്രം OBC. OBCയിൽ ഈ സൈനി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു 5% അപ്പോൾ ദേ ആർ വെരി സ്ട്രോങ്. അപ്പോൾ ഈ നോൺ ജാട്ട് പൊളിറ്റിക്സ് ആണ് BJP അവിടെ ചെയ്യുന്നത്. പക്ഷേ അതിന് വിജയിക്കാൻ കഴിയുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ SC/ST വോട്ട് എന്ന് പറയുന്ന ഒരു 21% വോട്ടുണ്ട്. അതേപോലെ ജാട്ട് വോട്ട് എന്ന് പറയുന്ന ഒരു 27% ഉണ്ട്. ഈ OBC വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് BJPക്ക് അനുകൂലമാകാൻ ഇടയില്ല. അതിലൊരു നല്ല ശതമാനം നിശ്ചയമായും കോൺഗ്രസിന് കിട്ടും. ഈ ഒരു ജാതി സമവാക്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്ന ഈ ആന്റി ഇൻകംബൻസി, ഈ കർഷക പ്രശ്നങ്ങൾ, അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെ അപ്പുറത്ത് ഈ പറയുന്ന ജാതി കോമ്പിനേഷൻ ഈസ് ഗോയിങ് ടു വർക്ക് ഇൻ ഫേവർ ഓഫ് കോൺഗ്രസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി കരുത്തറിയിക്കുമോ 2 സംസ്ഥാനങ്ങളിലെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്നതാണ് ചോദ്യം. 90 സീറ്റുകളിൽ ഹരിയാനയും 90 സീറ്റുകളിൽ ജമ്മു കാശ്മീരും വിധി എഴുതി കഴിഞ്ഞു. എന്താണ് സൂചനകൾ, എന്താണ് ഫലസൂചനകൾ എന്ന് നമുക്ക് നോക്കാം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. റിപ്പോർട്ടർ TV പോൾ ഓഫ് പോളിലൂടെ മഹാ എക്സിറ്റ് പോൾ. വടക്കൻ വോട്ട് തുടരുന്നു. നമുക്കൊപ്പം PR സുനിലും നോബൽ മാരിക്കാരനും ആദിൽ പാലൂടും ദില്ലിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും ജമ്മു കാശ്മീരിലെയും വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പമുണ്ട്. PR സുനിലേക്ക് പോയാൽ PR സുനിൽ, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചോദിച്ചു നിർത്തിയ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഇന്ത്യ മുന്നണിയിലാണോ അതോ NDA ക്യാമ്പിലാണോ JJP ASK സഖ്യവും BSP INLD സഖ്യവും വിള്ളൽ വീഴ്ത്താൻ പോകുന്നത്? അരുൺ, JJP സഖ്യം ഇത്തവണ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൽ BJP, അതായത് 40 സീറ്റ് കിട്ടിയ BJPക്ക് പിന്തുണ നൽകി JJP സർക്കാർ ഉണ്ടാക്കാൻ സഹായിച്ചുവെങ്കിൽ പോലും പിന്നീട് JJPക്ക് ആ മുന്നണിക്കൊപ്പം തുടർന്നു പോകാൻ കഴിഞ്ഞില്ല. കാരണം ഒരുപാട് ജനവികാരം BJPക്കെതിരെ അലയടിച്ചൊരു സാഹചര്യത്തിൽ നിലനിൽപ്പിന്റെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി JJP ആ സഖ്യം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തവണ JJP KSPI സഖ്യമുണ്ടാക്കിയെങ്കിൽ പോലും, ആസാദ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിൽ പോലും ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം ഇത്തവണ JJP നടത്തുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് JJPയേക്കാൾ INLD ആയിരിക്കും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായകമാകാൻ പോകുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ആ സഖ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് സിർസ മേഖലയിൽ മാത്രമേ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ 4-5 സീറ്റുകൾ ഈ INLD സഖ്യം നേടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ ചില മേഖലകളിൽ മാത്രമേ JJP ആയാലും INLD ആയാലും ഒരു സ്വാധീനം കൊണ്ടുവരാൻ
പോകുന്നുള്ളൂ. അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഇന്ത്യൻ നാഷണൽ ലോക്ദളിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു സീറ്റാണ് അവിടെ കിട്ടിയത്. INLDക്ക് അവരുടെ വോട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് 2% എങ്ങാണ്ടാണ്, 2.5% ആണ്. അതേസമയം JJP ആദ്യമായിട്ട് രംഗത്ത് വരുന്നു. ഓഫ് കോഴ്സ് അതിന് അവർക്കൊരു പിന്നെ അതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അവർക്ക് പറ്റി. JJP 10 സീറ്റ് നേടി. അവിടെ 14% വോട്ടാണ് JJPക്കുള്ളത്. ഇനിയിപ്പോൾ എത്ര കുറഞ്ഞാലും അതൊരു 6-7% വീഴാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. JJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സർവൈവലിന്റെയും ഒക്കെ പ്രശ്നമാണ്. പക്ഷേ INLD അങ്ങനെ ഒരു മുന്നോട്ട് വരണമെങ്കിൽ 2% നിന്ന് അവർ എത്രയേറെ ദൂരം മുന്നോട്ട് വരണം. സാധ്യതയുണ്ടോ? JJPക്ക് 14% കഴിഞ്ഞ 14%, INLDക്ക് 2.44%. മാത്രമല്ല ഉപമുഖ്യമന്ത്രിയായിരുന്നു നമ്മളുടെ ഈ ദുഷ്യന്ത് സിംഗ് ചൗട്ടാല. അപ്പോൾ ദുഷ്യന്ത് സിംഗ് ചൗട്ടാലെ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് നിൽക്കുന്നതാവട്ടെ BSPക്കൊപ്പമാണ് INLDയുടെ സഖ്യവും. അതെങ്ങനെയാണ് ആ കോമ്പിനേഷൻ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? ഇവരിൽ ആർക്ക് കിട്ടിയാലും അത് ആരെയാണ് ബാധിക്കുക? PR സുനിൽ. തീർച്ചയായും ഈ രണ്ട് സഖ്യമായാലും ഇതിൽ ആര് ജയിച്ചാലും BJPക്കൊപ്പം നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൊത്തം മാറിക്കഴിഞ്ഞു. ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം 2019 ശേഷം സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് JJP ആയാലും INLD ആയാലും ഇനി BJPക്കൊപ്പം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ഹരിയാനയിലൂടെ യാത്ര നടത്തിയപ്പോൾ അവിടെ എനിക്ക് ബോധ്യപ്പെട്ടത് അവിടെ ഹീറോ എന്ന് പറയുന്നത് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഇപ്പോൾ അന്ന് ഉയർന്ന മുദ്രാവാക്യം എന്നത് കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു, അങ്ങനെ സർക്കാർ രൂപീകരിക്കുമ്പോൾ ഹരിയാനയിൽ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. ഇതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ഒരു മുദ്രാവാക്യം എന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് അതേപോലെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഹൂഡയുടെ മകൻ അവിടെ മത്സരിച്ചിരുന്നല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, തോറ്റു എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണോ അത്? റോത്തക്കിൽ വിജയിച്ചു. ഭൂപേന്ദ്ര സിംഗ് ഹൂഡ റോത്തക്കിൽ വിജയിക്കുകയാണ് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ് ചെയ്തത്. 5 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ അതിലൊരു സീറ്റ് റോത്തക്കിലായിരുന്നു. ഏതായാലും ഭൂപേന്ദ്ര സിംഗ് ഹൂഡ വലിയൊരു കരുത്തനായ നേതാവായി തിരിച്ചു വരുന്നൊരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമായിരുന്നു. കോൺഗ്രസിനകത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളും തമ്മിലടിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഒരു ഹീറോ ആയി വളരുന്നതും വളരെ ശക്തനായ ഒരു നേതാവായി തുടരുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഹരിയാനയ്ക്കൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിൽ 10 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ 370 അനുച്ഛേദം റദ്ദാക്കിയ ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. എന്നോടൊപ്പം ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട് ജമ്മു കാശ്മീരെ സൂക്ഷ്മമായി പരിശോധിച്ചതാണ്. ഏതായാലും കശ്മീരിലെ ജനവിധി അതെങ്ങനെയായിരിക്കും ഇപ്പോൾ നിമിഷങ്ങൾക്കകം എക്സിപ്പോൾ പല സൂചനകൾ വരും. എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്? നമുക്കറിയാം, PR സുനിലും അറിയുന്നതാണ്, സ്വാഭാവികമായും നമുക്ക് പെട്ടെന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു സ്ഥിതി നിലവിൽ അവിടെയുണ്ട്. പ്രത്യേകിച്ച് കശ്മീർ മേഖലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ആര് നേടും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ജമ്മു കശ്മീരിൻ്റെ ഭാവി എന്നത് ഏറെക്കുറെ വ്യക്തവുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമ്മു മേഖലയിൽ BJPക്ക് ഭീമമായ അല്ലെങ്കിൽ വലിയ തോതിലുള്ള സ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കശ്മീരിലാകട്ടെ വിവിധ ചെറുകിട പാർട്ടികളടക്കം ഗുലാം നബി ആസാദിന്റെ പാർട്ടിയടക്കം എഞ്ചിനീയർ റഷീദിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടിയടക്കം PDP, നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് തുടങ്ങി വിവിധ കക്ഷികൾ പലയിടത്തായി മത്സരിക്കുന്നു, ചിന്നിച്ചിതറി മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതിൽ ആർക്ക് നേട്ടമുണ്ടാക്കാനാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, സ്വാഭാവികമായും നിരീക്ഷിക്കുമ്പോൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് മുൻതൂക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. PDP ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നില്ല. സുനിൽ, നമുക്കറിയാം PDPയുടെ നേതാവ് മെഹബൂബ മുഫ്തി ഇത്തവണ മത്സരിക്കുന്നില്ല. മകൾ ഇൽത്തിജ മുഫ്തിയാണ് മത്സരിക്കുന്നത്. ആ നിലയിൽ സ്വാധീന കുറവ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്ന 2014 28 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നത് PDP ആണ് എന്നത് മറക്കാൻ പാടില്ല. ആ നിലയിൽ സ്വാധീനമുണ്ടായിരുന്ന PDPക്കും മെഹബൂബ മുഫ്തിക്കും ഇപ്പോൾ ചെറിയ ക്ഷീണമുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഗുണം ലഭിക്കുന്നത് നാഷണൽ കോൺഫറൻസ് തന്നെയാണ്. ഉമർ അബ്ദുള്ള ഇത്തവണ മത്സരിക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ്. 2 ഇടങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. 2 ഇടങ്ങളിൽ മത്സരിക്കുന്നു. കോൺഗ്രസ് പിന്തുണയോടെ മുഖ്യമന്ത്രിയാകാം എന്ന ആലോചന ഉമർ അബ്ദുള്ളയ്ക്കുണ്ട്. കഴിഞ്ഞ തവണ
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിച്ചപ്പോൾ എഞ്ചിനീയർ റഷീദിനോട് ബാരാമുള്ളയിൽ തോൽക്കേണ്ട ഒരു സ്ഥിതി വന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭാഗ്യ പരീക്ഷണത്തിനില്ല. 2 ഇടങ്ങളിൽ മത്സരിച്ച് ഏതായാലും മുഖ്യമന്ത്രിയാവുക എന്നത് നാഷണൽ കോൺഫറൻസ് സ്വപ്നം കാണുന്നു. വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത് സ്വപ്നം കാണുന്നു. അതിന് ചെറുകിട പാർട്ടികൾ ജമാഅത്തെ ഇസ്ലാമി, ഉണ്ണി ബാലകൃഷ്ണൻ ശ്രദ്ധിച്ചാലറിയാം, ജമാഅത്തെ ഇസ്ലാമി നിരോധിത സംഘടനയാണ് ജമ്മു കാശ്മീരിൽ. എന്നിട്ടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എഞ്ചിനീയർ റഷീദും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നു. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ എഞ്ചിനീയർ റഷീദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു വിജയമാണ് ഈ പറഞ്ഞ ബാരാമുള്ളയിൽ അദ്ദേഹം ഉണ്ടാക്കിയത്. നമുക്ക് അറിയുന്നത് പോലെ 370 എടുത്തു കളഞ്ഞതിന് ശേഷം റഷീദ് ജയിലിലായിരുന്നു. ആദ്യത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആദ്യത്തെ റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ ഫലസൂചനകൾ വരുന്നു. റിപ്പബ്ലിക്കിന്റെ ഫലസൂചന പ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ്. 55-ലധികം സീറ്റുകൾ, 55 മുതൽ 62 സീറ്റുകൾ വരെ ഹരിയാനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേടാൻ സാധിക്കും. സ്വീപ്പിംഗ് വിക്ടറി. ഭൂപീന്ദർ ഹൂഡ ഈസ് ദ ക്യാപ്റ്റൻ എന്നാണ് റിപ്പബ്ലിക്കിന്റെ സർവേ ഫലങ്ങൾ ഇപ്പോൾ വരുന്നത്. റിപ്പബ്ലിക്കിന്റെ സർവേ ഫലങ്ങൾ ഓർമ്മിക്കണം, റിപ്പബ്ലിക്കിന്റെ സർവേ ഫലമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റിപ്പബ്ലിക്കിന്റെ സർവേ ഫലങ്ങൾ BJPക്ക് പ്രവചിക്കുന്നത് വളരെ ദുർബലമായ 18 മുതൽ 24 അടിതെറ്റിയിരിക്കുന്നു ഹരിയാനയിൽ BJPക്ക് എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷം ഏറ്റവും കുറഞ്ഞ സീറ്റ് നിലയിലേക്ക് BJP പോകുന്നു എന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഹരിയാന ഒരു സ്വീപ്പിംഗ് വിക്ടറി ആയിരിക്കും കോൺഗ്രസിനെ കുറിച്ച് സമ്മാനിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കാരണവശാലും ഹരിയാനയ്ക്ക് ഏതെങ്കിലും നിലവാരത്തിൽ BJPയെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്രാവശ്യം കഴിയില്ല. കാരണം അരുൺ, നമ്മൾ നേരത്തെ വിശകലനം ചെയ്തതുപോലെ ഈ പറയുന്ന കാർഷിക സമരം മുഴുവൻ നടന്നത് ഹരിയാനയിലാണ്. ഡൽഹി ഹരിയാന ബോർഡറിലാണ് ഈ പറയുന്ന കർഷകരെ മുഴുവൻ തടഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ അവിടെ ലാത്തി ചാർജ് ഉണ്ടാക്കി, അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവിടെ കർഷകർ ഈ പറയുന്ന BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആലോചിക്കാനേ കഴിയില്ല. അതേപോലെ ഹരിയാനയാണ് ഇന്ത്യയുടെ സേനയിലേക്ക് ഏറ്റവും കൂടുതൽ യുവാക്കളെ സംഭാവന ചെയ്യുന്നത്. അവരുടെ ജീവിതം വഴിമുട്ടി അഗ്നിവീർ പദ്ധതിയിലൂടെ. അതേപോലെ തന്നെയാണ് ഓരോ ഈ നേരത്തെ പറഞ്ഞ ഗുസ്തി കുടുംബങ്ങൾ, ഈ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന ആളൊക്കെ നടത്തിയിട്ടുള്ള പോരാട്ടം ചെറുതാണ്. വിനേഷ് ഫോഗട്ട് തന്നെ നേരിട്ട് ജുലാനിയിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും BJPക്കെതിരെ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തായി മാറുമെന്ന് ഇപ്പോൾ റിപ്പബ്ലിക്കിന്റെയും മാട്രിക്സിന്റെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. BJP 18 മുതൽ 24 വരെ സീറ്റുകൾ നേടിയേക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 55 മുതൽ 62 സീറ്റുകൾ വരെ നേടിയേക്കാം. ഓർമ്മിക്കണം, 90 സീറ്റുകളാണ് ഹരിയാനയിലുള്ളത്. അത്ഭുതപ്പെടാനില്ല. വെറും 46 സീറ്റുകൾ മതി ഭൂരിപക്ഷത്തിന്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ, റിപ്പബ്ലിക് മാട്രിക്സ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഭൂപീന്ദർ ഹൂഡയ്ക്ക് 62 സീറ്റുകൾ വരെ പരമാവധി ലഭിക്കാം. INLD-ക്കാവട്ടെ അഭയ് സിംഗ് ചൗട്ടാലയുടെ INLD-ക്ക് 6 സീറ്റുകൾ വരെ ലഭിക്കാം. JJP-ക്കാവട്ടെ ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടിക്ക് 3 സീറ്റുകൾ വരെ ലഭിക്കാം എന്നതാണ് ഹരിയാനയിലെ ഫലസൂചനകൾ വരുന്നു. മറ്റുള്ളവർക്ക് 2 മുതൽ 5 വരെ സീറ്റുകൾ. അതിനകത്താണ് ആം ആദ്മി പാർട്ടി അടക്കമുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു സ്വീപ്പിംഗ് വിക്ടറിയാണ് ഇപ്പോൾ ആദ്യ ഫലസൂചന പ്രവചിച്ചിരിക്കുന്നത്. സഖ്യത്തിന്റെയും ആവശ്യമില്ലാതെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി കോൺഗ്രസിന് ഹരിയാനയിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് റിപ്പബ്ലിക്കിന്റെ എക്സിറ്റ് പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും INLD-യെ പോലെയും JJP-യെ പോലുള്ള പാർട്ടികൾ ഇനി ഇപ്പോൾ പിന്തുണ നൽകാൻ വേണ്ടി വരികയാണെങ്കിൽ തന്നെയും അത് കോൺഗ്രസിനായിരിക്കുമെന്ന കാര്യത്തിൽ ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയിട്ട് വരാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. അവർക്ക് അതിന്റെ ആവശ്യമുണ്ടാവില്ല. എങ്കിൽ പോലും INLD-യും അതേപോലെ തന്നെ JJP-യും ഒക്കെ കൂട്ടത്തിൽ നിർത്തി ഇന്ത്യ മുന്നണിയെ വികസിപ്പിക്കുക എന്നൊരു തന്ത്രം വേണമെങ്കിൽ എടുക്കാം. മാത്രമല്ല ദേവിലാലിന്റെ പരിവാർ പൊളിറ്റിക്സ് അവസാനിക്കുന്നു എന്നുള്ളതാണ്. INLD പക്ഷേ നേരത്തെ സുനിൽ സൂചിപ്പിച്ചത് വളരെ കൃത്യമായി വരുന്നു. INLD വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിലേക്ക് വരുന്നു. ദേവിലാലിന്റെ, ഓം പ്രകാശ് ചൗട്ടാലയുടെ ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് INLD വീണ്ടും ഒരിക്കൽ കൂടി ഉയരത്തിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലെ ജമ്മു രണ്ടാമത്തെ സർവേ ഫലം വരുന്നു. പീപ്പിൾസ് പൾസ് പ്രകാരം വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 69 സീറ്റുകൾ വരെ നേടാം. തുടർച്ചയായ രണ്ടാമത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളും കോൺഗ്രസിന് അനുകൂലമായി, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. ഈ BJP 20 മുതൽ 32 സീറ്റുകൾ വരെ നേടാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 49 മുതൽ 69 സീറ്റുകൾ വരെ നേടാം. മറ്റുള്ളവർക്ക് 3 മുതൽ 5 വരെ സീറ്റുകൾ. കോൺഗ്രസിന് 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 2 സർവേ ഫലങ്ങളും പറയുന്നത്. സുനിൽ ഏറ്റവും നിർണായകമാണ്. 2 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു കോൺഗ്രസിന് അത് കൃത്യമായ ഇപ്പോൾ ഫീൽഡിൽ നിന്നുള്ളൊരു റെസ്പോൺസിനെ സാധൂകരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വരുന്നത്. ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് ചിരിക്കാം, ഇന്ത്യ മുന്നണിക്ക് ചിരിക്കാം. വിനേഷ് ഫോഗട്ടിന്റെ കണ്ണീരിന് വിലയുണ്ടാവുന്നു. കർഷകരുടെ സമരങ്ങൾ ഇതാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ വോട്ടായി, പ്രതിഷേധ വോട്ടായി മാറിയിരിക്കുന്നു. 3-2 ഭൂരിപക്ഷത്തിലേക്ക് ഹരിയാനയിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കിട്ടിയേക്കാം പോകുന്നു എന്നതിന്റെ സൂചനയാണോ ആദ്യ 2 ഫലസൂചനകളും? സുനിൽ,
തീർച്ചയായും അരുൺ, തീർച്ചയായും വലിയൊരു തിരിച്ചുവരവ് ഹരിയാനയിൽ കോൺഗ്രസ് നടത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 10 വർഷത്തിന് ശേഷം വലിയ തിരിച്ചുവരവിലേക്ക് കോൺഗ്രസ് ഹരിയാനയിൽ മാറുകയാണ്. ഏതായാലും 2019 തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയെങ്കിൽ പോലും അധികാരത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഏതായാലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോൾ അതേ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റത്തിലേക്ക് ഹരിയാന കോൺഗ്രസിന് അനുകൂലമായി മാറുകയാണ്. ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ജനവിധിയാണ് ഹരിയാനയിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ BJPക്ക് എത്തി നോക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന. 2014 മുതൽ വലിയൊരു അട്ടിമറി വിജയത്തിലൂടെ ചരിത്രം കുറിച്ചുകൊണ്ട് BJP അധികാരത്തിലെത്തി. അത് 2019 പരുക്കുകൾ ഉണ്ടായെങ്കിലും അത് അധികാരം നിലനിർത്താൻ കഴിഞ്ഞു JJPയുടെ സഹായത്തോടെ. ഏതായാലും ഇപ്പോൾ BJPയെ തൂത്തെറിഞ്ഞ് മറ്റ് എല്ലാ ചെറു പാർട്ടികളെയും തൂത്തെറിഞ്ഞ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരികയാണ് കോൺഗ്രസ്. അതും 3-ൽ ഏതാണ്ട് 60-ലധികം സീറ്റുകൾ നേടി, 90-ൽ 60-ലധികം സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, 10 വർഷം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഒരു ജനവികാരം ഉണ്ടാകും, ആ ഒരു സർക്കാർ വിരുദ്ധ ട്രെൻഡ് ഉണ്ടാകും. ഒട്ടേറെ ഘടകങ്ങൾ നമ്മൾ സൂചിപ്പിച്ചല്ലോ. പക്ഷേ ഏകപക്ഷീയമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഈ എക്സിറ്റ് പോൾ നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് INLD ആയാലും JJP ആയാലും BSP ആയാലും അതുപോലെ ആസാദ് മോർച്ച ആയാലും ഈ പാർട്ടികളെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് കേവലം ആന്റി ഇൻകംബൻസി മാത്രമല്ല, മറിച്ചൊരു BJP വിരുദ്ധ രാഷ്ട്രീയം ഹരിയാനയിൽ അതിശക്തമാകുന്നു എന്ന് വേണോ വിലയിരുത്താൻ. BJPയെ ഒരു സർക്കാർ വിരുദ്ധ തരംഗമുണ്ട് എങ്കിൽ ഈ പറയുന്ന കണക്ക് വേണമെങ്കിൽ BJPക്ക് കുറച്ച് തെറ്റില്ലാത്തൊരു 35 സീറ്റ് 40 സീറ്റ് പെർഫോമൻസ് ഒക്കെ നടത്താം. ഇതിപ്പോൾ 65 സീറ്റ് വരെ കോൺഗ്രസിന് നേടാൻ കഴിയും ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയം അവിടെ ശക്തമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു സൂചനയുണ്ടായിരുന്നു. BJP വിരുദ്ധ രാഷ്ട്രീയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടങ്ങുന്നതിൻ്റെ ഒരു സൂചന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് കൂടുതൽ ആഘാതമായി BJPക്കെതിരെ ഹരിയാനയിലെ ജനവിധിയിലൂടെ തുടരുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുക. തീർച്ചയായും ഹരിയാന BJPയെ സംബന്ധിച്ച് 2014 ശേഷം BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു. അവിടുത്തെ സമവാക്യങ്ങൾ ടൈംസ് റിസൾട്ടും സമാനം തന്നെ. 55 മുതൽ 62 വരെ സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയേക്കാം. 3-2 ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹരിയാന നിയമസഭ കീഴടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ടൈംസ് നൗ ഹരിയാന റിസൾട്ട് വരുന്നു. BJP 18 മുതൽ 24 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നാണ് ടൈംസ് നൗ പ്രവചിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവട്ടെ 55 മുതൽ 62 സീറ്റുകൾ വരെ നേടിയേക്കാം. JJPക്ക് 3 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. മറ്റുള്ളവർക്ക് 2 മുതൽ 5 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്ന് ടൈംസ് നോവിന്റെ പ്രഡിക്ഷൻ വരുന്നു. 3 ഏജൻസികളും ടൈംസ് നോവിന്റെ പ്രഡിക്ഷൻ, പീപ്പിൾസ് പൾസിന്റെ പ്രഡിക്ഷൻ, ഒപ്പം ഇതാ റിപ്പബ്ലിക്കിന്റെ പ്രഡിക്ഷൻ, 3 പ്രഡിക്ഷനുകളും കോൺഗ്രസിന് അനുകൂലം. ഏകപക്ഷീയമായ വിധിയെഴുത്തെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ശരാശരി നമ്മൾ എടുക്കുകയാണെങ്കിൽ അരുണെ ഒരു 60 സീറ്റ് വരെ കോൺഗ്രസിന് അവിടെ കിട്ടാം അല്ലെ? അതായത് 90-ൽ 60 സീറ്റ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഹരിയാനയിൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ശക്തമായ BJP വിരുദ്ധ തരംഗം എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ നരേന്ദ്രമോദി തരംഗം എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നത് സുനിലെ ഈ പറയുന്ന നരേന്ദ്രമോദിക്കും BJPക്കും തന്നെ വളരെ കൃത്യമായ ഒരു ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഹരിയാന വിധി എഴുതാൻ പോകുന്നത് തങ്ങൾക്കെതിരായിട്ടാണെന്ന്. അതുകൊണ്ട് വലിയ രീതിയിലൊന്നും ഒരു ടൈം അവർ വേസ്റ്റ് ചെയ്തിട്ടേ ഇല്ല അവിടെ പ്രചാരണത്തിന്. ഏറ്റവും കുറച്ച് പ്രചാരണ റാലികൾ നടത്തിയത് നരേന്ദ്രമോദിയാണ്. എന്നാൽ 2014-ലും 2019-ലും വലിയ പ്രചാരണമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഹരിയാനയിൽ നടന്നത്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ 2014 ഒരു കൊടുങ്കാറ്റായി BJP മാറിയെങ്കിൽ 2019 നേരിയ പരിക്കുകളോടെയാണെങ്കിൽ പോലും അവർക്ക് അധികാരം നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ ഇതാ 2024 ആകുമ്പോൾ കടപുഴക്കി BJP എറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു സംശയവും വേണ്ട, 60 സീറ്റുകളെങ്കിലും ഇക്കുറി കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഹരിയാനയിൽ നേടാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ PR സുനിൽ 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡ് നോർത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നു എന്ന് നമ്മൾ വിലയിരുത്തണോ? അങ്ങനെ വിലയിരുത്തിയാൽ നമുക്കങ്ങനെ വിലയിരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഏതായാലും ഹരിയാനയിലെ ഈ ഒരു ജനവിധി തീർച്ചയായും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ സ്വാധീനമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇനി ഈ വർഷം തന്നെ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇനി മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഏറ്റവും പ്രധാനമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാന സംസ്ഥാനമായ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ നമുക്കറിയാം, പണ്ട് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം അന്ന് ബീഹാറിലെ തിരിച്ചടി BJPയെ സംബന്ധിച്ച് വലിയ വേദനയുണ്ടാക്കുന്നതായിരുന്നു. അന്ന്
BJP മഹാസഖ്യം എന്നവിടെ രൂപീകരിച്ചു. അന്ന് എല്ലാ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും ബീഹാറിൽ BJP അധികാരത്തിൽ വരും എന്നൊക്കെ പ്രവചിച്ചുവെങ്കിൽ പോലും അന്ന് മഹാസഖ്യം വിജയിക്കുന്ന ഒരു സാഹചര്യമാണ്. അന്ന് പല പ്രധാനപ്പെട്ട മാധ്യമങ്ങളും അന്ന് മാപ്പ് പറയുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എക്സിറ്റ് പോൾ അന്ന് പ്രവചിച്ച കശ്മീരിന്റെ ആദ്യ എക്സിറ്റ് പോൾ ഫലസൂചനകൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. റിപ്പബ്ലിക് ടിവിയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു. കശ്മീരിൽ തൂക്കുമന്ത്രിസഭ എന്നതാണ്, തൂക്ക് നിയമസഭ എന്നതാണ് നമ്മൾ തൂക്ക് മന്ത്രിസഭ വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിയമസഭ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. BJPക്ക് 28 മുതൽ 30 വരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 31 മുതൽ 36 വരെ, PDPക്ക് 5 മുതൽ 7 വരെ, മറ്റുള്ളവർക്ക് 8 മുതൽ 16 വരെ. ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം കശ്മീരിലില്ല എന്നുള്ളതാണ്. അപ്പൊ തൂക്ക് നിയമസഭ വരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ അതിന്റെ കാര്യത്തിലേക്ക് വരാം. അതിനകത്ത് പ്രധാനമായും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ജമ്മു കാശ്മീരിൽ 90 സീറ്റുണ്ട്. അതിൽ 2 റീജിയനാണ്. കാശ്മീർ എന്ന റീജിയനുമുണ്ട്, ജമ്മു എന്ന റീജിയനുമുണ്ട്. ഈ ജമ്മു എന്ന് പറയുന്ന റീജിയനിലാണ് ഹിന്ദു പോപ്പുലേഷൻ ധാരാളമായിട്ടുള്ളത്. കാശ്മീരിലാണ് മുസ്ലിം ഡോമിനേഷൻ ഉള്ളത്. കാശ്മീരിൽ ഈ പറയുന്ന നാഷണൽ കോൺഫറൻസും അതേപോലെ തന്നെ PDPയും ഒക്കെ ചേർന്ന് ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ചേർന്ന് അവരുടെ ഈ സീറ്റുകൾ ഇങ്ങനെ ഭിന്നിച്ചു പോവുകയാണ് ചെയ്യുക. അതേസമയം ജമ്മുവിൽ കഴിഞ്ഞ പ്രാവശ്യം ജമ്മുവിൽ നിന്നും മാത്രമാണ് BJPക്ക് സീറ്റ് ഉണ്ടായിരുന്നത്. 25 സീറ്റാണ് ആ റീജിയനിൽ നിന്ന് BJP ഒറ്റയ്ക്ക് നേടിയത്. ഇപ്പുറത്ത് 28 സീറ്റ് കാശ്മീർ റീജിയനിൽ PDPക്ക് നേടി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് 2014 മന്ത്രിസഭ ഉണ്ടാക്കി. അത് മുഫ്തി മെഹബൂബ മുഫ്തി ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. 2018 അവർ പിന്നെ സഖ്യം പൊളിഞ്ഞു പോകുന്നു. പിന്നെ അവിടെ ഗവർണർ ഭരണമാണ് ഉണ്ടായിരുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പൊ ജമ്മു റീജിയണിൽ മാത്രമാണ് BJP മത്സരിക്കുന്നത് കേട്ടോ. 62 സീറ്റുകളിലെ മത്സരിക്കുന്നുള്ളൂ. 28 സീറ്റുകളിൽ മത്സരിക്കുന്നതേ ഇല്ല BJP. അത് മാത്രവുമല്ല, ഈ പറയുന്ന റഷീദ് എഞ്ചിനീയർ എന്ന് പറയുന്ന AIPയുടെ ആള്, അദ്ദേഹം ഒരു വലിയ കാശ്മീരി സെപ്പറേറ്റിസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ പോലും BJP ആണ് അയാളെ ഫണ്ട് ചെയ്യുന്നതും അയാളെ സ്പോൺസർ ചെയ്യുന്നതും എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നിൽക്കുന്നുണ്ട്. അതായത് കാശ്മീർ റീജിയണിൽ ഈ പറയുന്ന AIP എന്ന് പറയുന്ന പാർട്ടി ഡാമേജ് ചെയ്യാൻ പോകുന്നത് നാഷണൽ കോൺഫറൻസിനെയാണ്, PDP ആണ്. ആ അർത്ഥത്തിൽ അവരെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ കോൺഗ്രസിനെയും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പ്രോക്സി ആയിട്ട് ഈ റഷീദ് എഞ്ചിനീയറിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 300 സ്വതന്ത്രന്മാരാണ് അരുണെ ഇപ്രാവശ്യം മത്സരിക്കുന്നത്. 90 സീറ്റുകളിൽ 300 സ്വതന്ത്രന്മാരാണ് ജമ്മു കാശ്മീരിൽ മത്സരിക്കുന്നത്. എന്തിനാണത്? BJP ആണ് അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ റിസൾട്ട് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുന്നുണ്ട് BJP. 25 സീറ്റിൽ നിന്ന് 28 മുതൽ 30 സീറ്റുകൾ വരെ BJP നേടിയേക്കാം എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. അങ്ങനെ ആണ് എങ്കിൽ നോക്കൂ, ഇവിടെ ഇപ്പോ നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടെയാണല്ലോ സഖ്യമുണ്ടായി. ഒറ്റ സഖ്യമേ അവിടെയുള്ളൂ. അത് INCയും NCയും ചേർന്നുള്ള സഖ്യമാണ്. അവർക്കൊരു നല്ല നേട്ടമുണ്ടാക്കാൻ കഴിയുകയും PDP ഏതാനും 7 സീറ്റുകൾ വരെ നേടിയതാണ് എങ്കിൽ അവിടെ ഒരു ഈ പറയുന്ന 3 പേരും ചേർന്നുള്ളൊരു മുന്നണി ഉണ്ടാകണം. ഇനിയുണ്ട്. സ്വതന്ത്രന്മാരാണ് അവിടെ കൂടുതൽ സാധ്യതയുള്ളത്. 16 സീറ്റുകൾ വരെ നേടിയേക്കാം. നേരത്തെ പറഞ്ഞ 300 സ്വതന്ത്രന്മാർ മത്സരിക്കുന്ന ജമ്മു കാശ്മീരിൽ 16 സീറ്റുകൾ വരെ നേടിയേക്കാം. സ്വതന്ത്രന്മാർ നിർണായകമാകും. അവിടെ ഒരു തൂക്ക് നിയമസഭ വരും. തൂക്ക് നിയമസഭയിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ സ്വതന്ത്രന്മാരുടെ പിന്തുണയോട് കൂടിയായിരിക്കും കാശ്മീർ ഭരിക്കാൻ പോകുന്നത്. BJPക്ക് അവിടെയുള്ള സാധ്യത മങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. BJP ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമ്പോഴും അവിടെ ഒരു തൂക്ക് നിയമസഭ വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദിൽ പാലോട് നമുക്കൊപ്പമുണ്ട്. ആദിൽ പാലോട്, ജമ്മു കാശ്മീരിന്റെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സൂചനയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നത്. BJPയും നാഷണൽ കോൺഫറൻസും ഒപ്പം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്താൻ പോകുന്നത്. നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരു സഖ്യമായി മത്സരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ. സ്വതന്ത്രന്മാർ വിധി നിശ്ചയിക്കുമോ ജമ്മു കാശ്മീരിന്റെ? ആദിൽ പാലോട്. ഉറപ്പായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. സ്വതന്ത്രന്മാർ മാത്രമല്ല, പല ചെറുകിട പാർട്ടികൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ പാർട്ടികളുടെ പേര് തന്നെ നമ്മൾക്ക് പറഞ്ഞാൽ ഈ മറ്റുള്ള കക്ഷികൾ എന്നവരായിരിക്കും ഇനി ജമ്മു കാശ്മീരിന്റെ ഭാവി നിർണ്ണയിക്കുക. ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി, ആസാദ് രൂപീകരിച്ച പാർട്ടിയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 300 അല്ല 346 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. ഓരോ മണ്ഡലത്തിലും 5ഉം 6ഉം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. ഈ പറഞ്ഞതുപോലെ കശ്മീർ മേഖലയിൽ BJP സ്പോൺസർ ചെയ്തിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണെന്ന വിമർശനം നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉയർത്തുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPക്ക് ക്ഷീണമാണെന്ന് പറയുമ്പോഴും BJP ഇതുതന്നെയാണ് കരുതിയത് എന്ന് കൂടി വിലയിരുത്തേണ്ടി വരും. നമ്മൾ പറയുന്നുണ്ട് 90 സീറ്റുകളിൽ 62 സീറ്റുകളിൽ മാത്രമാണ് BJP മത്സരിക്കുന്നത്. കശ്മീർ മേഖലയിൽ 47 സീറ്റുകളാണുള്ളത്. 43 ജമ്മു മേഖലയിലാണ്. അവിടെ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഈ ബോധപൂർവം തന്നെ മത്സരിക്കുന്നില്ല BJP എന്നുള്ളതാണ്. ഈ 47 സീറ്റുകളിൽ 19 സീറ്റുകളിൽ മാത്രമാണ് BJP മത്സരരംഗത്ത് കശ്മീരിലുള്ളത്. മറ്റ് ചിലരെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ തൂക്ക് മന്ത്രിസഭ വന്നാൽ തന്നെ ചിലരെ അടർത്തിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം BJPക്കുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത്. പ്രധാനമായും 2014 തന്നെ PDP
തിരിച്ച് BJP-യിലേക്ക് ചേരുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ചർച്ചകൾ അങ്ങനെ തന്നെ ഭവിച്ചു എന്നതാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്നി പാർട്ടിയുണ്ട്, മുൻ PDP-യുടെ നേതാവ് അൽതാഫ് ബുഹാരി രൂപീകരിച്ച വിവിധ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ PDP എന്ന് പറയുന്ന പാർട്ടി 2014 BJP-യുമായി സഖ്യം ചെയ്തതിന് വില കൊടുക്കേണ്ടി വന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുഫ്തി മെഹബൂബയ്ക്ക് 2014-ലും 2019-ലും 24-ലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ലോക്സഭയിലേക്ക്. അത്ര വലിയ എതിർപ്പാണ് BJP-യുമായി PDP സഖ്യം ചെയ്തതുകൊണ്ട് PDP-ക്ക് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് അവരിനി ഒരിക്കലും BJP-യുടെ കൂടെ പോകാനുള്ള ഒരു സാധ്യതയുമില്ല. ഇനി നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അവിടെ അലയൻസിലാണ്. അവരും ഒരു മുന്നേറ്റം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ആ അർത്ഥത്തിൽ BJP-ക്ക് അവിടെ ഈ പറയുന്ന പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും തന്നെ പിന്തുണ കിട്ടില്ലല്ലോ സ്വാഭാവികമായും. ഇനിയുള്ളത് ഇൻഡിപെൻഡന്റ് ആണ്. ഇനി റഷീദ് എഞ്ചിനീയറുടെ പാർട്ടി, അയാൾ 3-4 സീറ്റ് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയുന്നത് പോലെ വേണമെങ്കിൽ BJP-യെ പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്ന നിലപാടൊക്കെ സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. ചെറുകിട പാർട്ടികളെയും സ്വതന്ത്രന്മാരെയും കൂട്ടി BJP-ക്ക് അവിടെ സർക്കാർ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഈ എക്സിറ്റ് പോൾ തുറന്നിടുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ 28 സീറ്റ് എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അത് ജമ്മുവിൽ നിന്ന് മാത്രം കിട്ടണം. അതെത്രയാണ്? ആകെ ജമ്മുവിലുള്ള സീറ്റ് 43. ആ 43-ൽ 28 സീറ്റ് ജമ്മുവിൽ നിന്ന് തന്നെ മാത്രമായി കിട്ടണം. കാശ്മീരിൽ നിന്നൊരു സീറ്റ് പോലും അവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഈ 28 സീറ്റ് എന്ന് പറയുന്നത് ജമ്മുവിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആർട്ടിക്കിൾ 370-ക്ക് ശേഷം വലിയ രീതിയിലുള്ള എതിർപ്പാണ് BJP-യോടുള്ളത്. ആ എതിർപ്പിനെ മറികടക്കാൻ കഴിയുന്ന ഒരു കാര്യവും BJP അവിടെ ചെയ്തിട്ടില്ല. പകരം ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളെയും അതേപോലെ തന്നെ ഈ റഷീദ് എഞ്ചിനീയറൊക്കെ പോലുള്ള പ്രോക്സി ആളുകളെയും ഇറക്കിക്കൊണ്ട് ഇത് ഡൈല്യൂട്ട് ചെയ്യാനാണ് BJP ശ്രമിക്കുന്നത്. BJP ജമ്മുവിൽ സർക്കാർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കാശ്മീർ JNK-യിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കിയാൽ അവിടെ ഗവർണർ റൂൾ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ BJP ജമ്മു ആൻഡ് കാശ്മീരിൽ. അങ്ങനെ തോന്നുന്നില്ല? അതെ, ഉണ്ടാവുന്നു. ഞാൻ ഒരു NDTV-യുടെ ഫലം കൂടി വന്നിട്ടുണ്ട് നമ്മുടെ PC-ന്റെ ശ്രദ്ധയ്ക്ക്. NDTV-യുടെ പോൾ ഓഫ് പോൾസിൽ 49 മുതൽ 61 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എന്നാണ് NDTV-യുടെ പോൾ ഓഫ് പോൾസ് പറയുന്നത്. കോൺഗ്രസിന് 49-61 വരെ NDTV പറയുന്നു. അപ്പോൾ എല്ലാ ഫലസൂചനകളും അവിടെ ഏകപക്ഷീയമായ ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ജമ്മു കാശ്മീരിൽ കാര്യങ്ങൾ തിരിച്ചാണ്. പക്ഷേ അവിടെ ഇത്തവണ PDP-യേക്കാൾ കൂടുതൽ സാധ്യത നാഷണൽ കോൺഫറൻസിനായിരിക്കും. BJP-യുമായി ഉണ്ടായ ബാന്ധവം PDP എങ്ങനെ നശിപ്പിച്ചു എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല അവിടെ ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് PDP ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തവണ മെഹബൂബ മുഫ്തി നേരിട്ട് മത്സരത്തിലില്ല, മകളെയാണ് മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇതെല്ലാം ജമ്മു കാശ്മീരിൽ നിർണായകമായ ഘടകമാണ്. അതേസമയം BJP ഹിന്ദു മേഖലകളിൽ, പണ്ഡിറ്റുകൾ കൂടുതലുള്ള മേഖലകളിലൊക്കെ ഒപ്പം തന്നെ BJP-ക്ക് ഒരു ഡിസിസീവ് വിക്ടറി ഉണ്ട്. ജമ്മു മേഖലയിൽ BJP-യുടെ നേട്ടം കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കുമെന്ന് പറയുമ്പോഴും അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ഇനി സ്വതന്ത്രരുടെ പിന്തുണയുണ്ടാവണം. പക്ഷേ അപ്പോഴും BJP-ക്ക് അതിന് സാധിക്കാത്ത ഡിജിറ്റാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ജമ്മു കാശ്മീരിൽ തൂക്ക് മന്ത്രിസഭ വരാൻ, തൂക്ക് നിയമസഭയാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകക്ഷി മന്ത്രിസഭ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസിന്റെയും സഖ്യത്തിന് സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്താൻ സാധിക്കും. മറുഭാഗത്ത് ഹരിയാനയിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഭൂപീന്ദർ സിംഗ് കൂടെ അധികാരത്തിലേക്ക് എത്തുന്നു എന്നതിന്റെ സൂചനകളാണ് ആദ്യഘട്ടത്തിൽ എത്തുന്നത്. PR സുനിൽ, ഇവിടെ 2 ഇടങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തമായ ഒരു തേരോട്ടം നടത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നാഷണൽ കോൺഫറൻസ് ആണ് അതിന്റെ ശക്തി ജമ്മു കാശ്മീരിലെങ്കിൽ ഹരിയാനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ നിലപാട്, ഒപ്പം തന്നെ കർഷക സമരങ്ങളിൽ, ഗുസ്തി സമരത്തിൽ ഒക്കെ അഗ്നിവീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത നിലപാട് BJP-യുടെ NDA-യുടെ ഹരിയാനക്ക സങ്കല്പ പത്ര മറികടന്നുകൊണ്ടുള്ള വിധിയെഴുത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വാരിക്കോരി വാഗ്ദാനങ്ങളാണ് NDA വാഗ്ദാനം ചെയ്തത് അവസാന നിമിഷം. ഇത് 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഈ വാഗ്ദാനങ്ങൾക്ക് കഴിയില്ല. വാഗ്ദാനങ്ങൾ പോരാ എന്നതിന്റെ ഫലസൂചന കൂടിയല്ലേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ? തീർച്ചയായും BJP-ക്ക് നല്ല സൂചനകളല്ല എന്തായാലും 2 സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നത്. ഹരിയാനയിലാണെങ്കിൽ BJP വലിയ നിലയിൽ തോൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഏതായാലും എക്സിറ്റ് പോൾ പല സൂചനകൾ നൽകുന്നത്. ജമ്മു കാശ്മീരിലും പ്രതീക്ഷിച്ച പോലെ വലിയൊരു മുന്നേറ്റം BJP-ക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന സൂചനകൾ നമുക്ക് ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ജമ്മു മേഖലയിൽ 40 സീറ്റിലെങ്കിലും വിജയിച്ചാൽ മാത്രമേ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് BJP-ക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും 30 വരെ സീറ്റാണ് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള പ്രവചനങ്ങളൊക്കെ തന്നെ
പറയുന്നത്. ഒരു അഡീഷൻ കൂടിയുണ്ട്. പീപ്പിൾസ് പൾസ് ജമ്മു കാശ്മീരിന്റെ ഫലസൂചന കൂടി വരുന്നു. പക്ഷേ അവിടെ ഇന്ത്യൻ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിലേക്കെന്ന സൂചനയാണ് പീപ്പിൾസ് പൾസ് നൽകുന്നത്. 46 മുതൽ 50 സീറ്റുകൾ വരെ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം നേടിയേക്കാം. BJP ആവട്ടെ പരമാവധി 27 സീറ്റുകളിൽ. അങ്ങനെയാണെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. BJP മോശമാക്കുന്നില്ല. അതായത് BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ബേസ് BJP നിലനിർത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിന്റെ പുറത്ത് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ നിയമനിർമ്മാണത്തിന് BJPക്ക് വോട്ട് നഷ്ടമാകുന്നില്ല. പക്ഷേ വോട്ട് കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കുക ഈ ജമ്മു റീജിയനിലുള്ള ഹിന്ദു പോപ്പുലേഷൻ എൻ ബ്ലോക്ക് ആയിട്ട് പിന്നെ BJPക്ക് അനുകൂലമായിട്ട് നിൽക്കും ബിക്കോസ് ഓഫ് ഈ പറയുന്ന ആന്റി മുസ്ലിം വികാരം വെച്ചിട്ട്. അങ്ങനെ വരണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ഒരു കാര്യം ആർട്ടിക്കിൾ 370യുടെ ഒരു പ്രത്യേകത ഗുണഭോക്താക്കൾ ഹിന്ദുക്കൾ കൂടിയായിരുന്നു അവിടെ. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ആളുകൾക്ക് അവിടെ പോയി ജോലി എടുക്കാൻ കഴിയില്ല. 2, അവിടെ പോയി നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ കഴിയില്ല. കാരണം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക സംസ്ഥാന പദവി അനുസരിച്ച് അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ തൊഴിലെടുക്കാൻ കഴിയുള്ളൂ, അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ വ്യവസായം നടത്താൻ കഴിയുള്ളൂ, അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ഭൂമി സ്വന്തമാക്കാൻ കഴിയുള്ളൂ. ഇതിന്റെ ഗുണഭോക്താക്കളായിരുന്നു ഹിന്ദു സമുദായവും അവിടെ. അതിപ്പോൾ ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞോടുകൂടി ആ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് ഈ പറയുന്ന BJPക്ക് അനുകൂലമായിട്ടല്ല കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ പറയുന്ന കാശ്മീർ റീജിയനിൽ ഒരു കാരണവശാലും ആഫ്റ്റർ ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തതിനു ശേഷം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും ഈ പറയുന്ന PDPക്കോ BJPക്കോ അനുകൂലമായിട്ട് അവിടെ വോട്ട് ചെയ്യില്ല. കാരണം അവിടെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് വരരുത് എന്നുള്ളതാണ് ഈ പറയുന്ന ഒമർ അബ്ദുള്ള ഏറ്റവും കൂടുതൽ ശക്തമായി ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഈ കാശ്മീർ റീജിയനിൽ റഷീദ് എഞ്ചിനീയർ അടക്കമുള്ള പാർട്ടിക്കാർ വലിയ രീതിയിൽ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരിക്കലും ഒരു ഫ്രാഗ്മെന്റഡ് വെർഡിക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് നിന്ന് വോട്ട് ചെയ്യണം. അത് നാഷണൽ കോൺഫറൻസിനും INCക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അനുകൂലമായി വോട്ട് ചെയ്യണം എന്നൊരു വലിയ ശക്തമായ പ്രചാരണം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് PDP പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. BJP കാശ്മീരിൽ പെർഫോം ചെയ്യില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ജമ്മുവിലെ കണക്ക് തന്നെ ഒപ്പിക്കാൻ അവർ പാടുപെടും. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം PDP നാഷണൽ കോൺഫറൻസിനോടൊപ്പം എത്തുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. സർവൈവലിന്റെ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ PDPയുടെ ഏറെക്കുറെ അവസാനത്തെ രാഷ്ട്രീയ പോരാട്ടമാണിത്. ഒരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന പാർട്ടി വീണ്ടും ഒരിക്കൽ കൂടി ശക്തിയാർജിച്ചിരിക്കുന്നു. PDP വളരെ സൈഡ് ലൈൻഡ് ആയിരിക്കുന്നു. ഒറ്റ കാരണത്താൽ BJPയുമായി അവർ സഖ്യം ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ. അപ്പം ഇനിയിപ്പോൾ BJPയുടെ കൂടെ എന്തായാലും PDPക്ക് പോകാൻ കഴിയില്ല. ഇനി അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുക. ഈ നാഷണൽ കോൺഫറൻസുമായി ഒരു സഖ്യം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം. മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കാമല്ലോ, അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാമല്ലോ. ആ രീതിയിൽ ഒരു ചേരി രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ 28 സീറ്റിൽ നിന്നാണ് PDP ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം 4 മുതൽ 7 സീറ്റുകൾ വരെ എന്ന കണക്കിലേക്ക് പതിച്ചിരിക്കുന്നത്. 23% ഉണ്ടായിരുന്ന പാർട്ടിയാണ്. 10% സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ്. കാശ്മീർ റീജിയണിൽ നിന്നും മാത്രം 28 സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈക്കലാക്കുന്നു. 23% വോട്ട് നേടുന്നു. അങ്ങനെ സർക്കാർ ഉണ്ടാക്കുന്നു. ആദ്യം മുഖ്യമന്ത്രി ആരായെന്ന് അറിയാവോ? മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മെഹബൂബയുടെ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരിക്കുന്നു. അപ്പൊ പിന്നെ മെഹബൂബ മുഖ്യമന്ത്രിയാകുന്നു. 2018 ആ സർക്കാർ താഴത്തു വീഴുന്നു. കാരണം എന്താ? BJP പിൻവലിക്കുന്നു. അല്ലെ? ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമല്ലോ. 2019 പുൽവാമ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ച സ്ഥലമാണ്. അതിനുശേഷം സത്യപാൽ മല്ലിക്കിന്റെ വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തലിൽ അവിടെ 40 പേരെ കൂട്ടക്കുരുതിക്ക് ഇരയാക്കുകയായിരുന്നു എന്ന സംശയം ജനിപ്പിക്കുന്ന വലിയ വെളിപ്പെടുത്തലുണ്ട്. അപ്പോൾ അതിനുശേഷം ആ വെളിപ്പെടുത്തലിന് ശേഷമാണ് 2019 ഡിസംബറിൽ റിവോക്ക് ചെയ്യുന്നത്, 370 എടുത്ത് കളയുന്നത്. ഇതിനെല്ലാം വിറ്റ്നസ് ചെയ്തതിന് ശേഷമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല. കാരണം സെപ്റ്റംബറിൽ കോടതി വിധിയുണ്ട്. സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നു സെപ്റ്റംബറിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് നടത്തി സ്റ്റേറ്റ്ഹുഡ് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു ആന്റി BJP വോട്ട് നിശ്ചയമായും ജമ്മുവിലും കാശ്മീരിലും ഒരുപോലെ പോൾ ചെയ്യപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു തൂക്കു നിയമസഭയ്ക്കല്ല, വ്യക്തമായ ഭൂരിപക്ഷം ഒരു മുന്നണിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 46 മുതൽ 50 സീറ്റുകൾ വരെ ജമ്മു കാശ്മീരിൽ നേടുമെന്ന് പീപ്പിൾസ് പൾസ് പറയുന്നു. ധ്രുവ റിസർച്ച് ഹരിയാനയിലെ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. ധ്രുവ റിസർച്ച് പ്രകാരം BJP 32 സീറ്റുകളിൽ പരമാവധി 32 സീറ്റുകളിലേക്ക് ഒതുങ്ങും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 50 മുതൽ 64 വരെ വീണ്ടും 60 സീറ്റുകൾക്ക് മുകളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രവചിക്കുന്നു ഹരിയാനയിൽ ധ്രുവ റിസർച്ച് എന്ന് പറയുന്ന ഏജൻസി. എല്ലാ സർവേകളിലും ഹരിയാനയിൽ കോൺഗ്രസിന്റെ തേരോട്ടമാണ്. ഹരിയാനയിലെ ഡങ്കൽ BJPയെ പൂർണ്ണമായിട്ടും തറപറ്റിച്ച് കമഴ്ത്തിയിടിച്ച് ഭൂപീന്ദർ സിംഗ് കൂട അവിടെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. വലിയ ശക്തമായ തേരോട്ടം ഹരിയാനയിൽ പൊടി പറത്തിക്കൊണ്ട് തന്നെ ഡങ്കൽ പാളയങ്ങളിൽ ശക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കോട്ടകളിൽ BJPയുടെ കടന്നുകയറ്റമുണ്ടാവുന്നു. കഴിഞ്ഞ തവണ
40 സീറ്റുകൾ നേടിയ BJPക്ക് ഇക്കുറി പകുതിയോളം സീറ്റുകൾ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. പരമാവധി 22 മുതൽ 30 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ളതാണ് ആവറേജ് BJPക്ക് പ്രവചിക്കപ്പെടുന്നത്. എന്നാൽ 60 സീറ്റിന് മുകളിൽ പ്രവചിക്കുന്നു എല്ലാ സർവേകളും. 54 മുതൽ 65 സീറ്റുകൾ വരെ നേടിയേക്കാം ഹരിയാനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിയെ കാണാനില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു, അതും 3/2 ഭൂരിപക്ഷത്തോടു കൂടി എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ കണക്കുകൾ നമ്മളോട് വീണ്ടും പിയാസുനിലേക്ക് പോയാൽ, പിയാസുനിൽ ഹരിയാനയിൽ ഭരണവിരുദ്ധ വികാരം ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രതീക്ഷയുടെ വോട്ടായിട്ട് മാറുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്സരിച്ചുള്ള വാഗ്ദാനങ്ങൾ സ്ത്രീകളെ ലക്ഷ്യമിട്ട്, കർഷകരെ ലക്ഷ്യമിട്ട്, യുവജനങ്ങളെ ലക്ഷ്യമിട്ട്, അഗ്നിവീലടക്കം അവസാനം വരുത്തുന്ന ഭേദഗതികൾ, ഇതെല്ലാം ഹരിയാന തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയായിരുന്നു. റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് കോൺഗ്രസ് വഴിതിരിച്ചു വിട്ടു എന്ന് അവസാന നിമിഷവും സൈനി പറയുന്നു. രാഹുൽ ഗാന്ധി അതിന് കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ഹരിയാനയിലെ വോട്ടർമാർ BJPയുടെ എല്ലാ പ്രചരണങ്ങളും തള്ളുന്നു. മാത്രവുമല്ല BJP അവിടെ അക്ഷരാർത്ഥത്തിൽ നേതൃത്വമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നു. ഭരണവിരുദ്ധ വികാരം, ഒപ്പം താഴെത്തട്ടിലുള്ള കർഷകരുടെ ജനരോഷം, ഒപ്പം ഗുസ്തി താരങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന വിലാപം, ഇതൊക്കെ ബാലറ്റിൽ വോട്ടായി മാറി എന്ന് വേണം കണക്കാക്കാൻ, അല്ലേ പിയാസുനിൽ? തീർച്ചയായും വലിയ ജനകീയ വികാരം തന്നെ BJPക്കെതിരെ ഹരിയാനയിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങളാകെ ഒരുപക്ഷെ നേരത്തെ ഈ ജാതി സമവാക്യങ്ങൾക്കപ്പുറത്ത് 2014 നരേന്ദ്രമോദി എങ്ങനെയാണോ വന്നത്, ജാതി സമവാക്യങ്ങളൊക്കെ തന്നെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന ആ 2014 മോദിയുടെ വരവ് പോലെ തന്നെ ജാതി സമവാക്യങ്ങളെല്ലാം ഇപ്പോൾ അട്ടിമറിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വലിയ മുന്നേറ്റം ഹരിയാനയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതുവരെ പുറത്തു വന്ന എല്ലാ സർവേ ഫലങ്ങളും, ഏതാണ്ട് 4 സർവേകളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. ആ 4 സർവേകളിലും കോൺഗ്രസ് ഏതാണ്ട് 60 വരെ അല്ലെങ്കിൽ 60-ന് മുകളിൽ സീറ്റുകൾ നേടും എന്ന എല്ലാ സർവേകളും ഒരുപോലെ പ്രവചിക്കുകയാണ്. BJPക്ക് ഒറ്റ സർവേ മാത്രമാണ് 30-ൽ കൂടുതൽ സീറ്റ് കൊടുക്കുന്നത്, ധ്രുവ് റിസർച്ച്. അതും ആ സർവേ മാത്രമാണ് 22 മുതൽ 32 വരെ സീറ്റ് BJPക്ക് കിട്ടാമെന്ന് പറയുന്നത്. ബാക്കി 3 സർവേകളും 30-ൽ താഴെ സീറ്റ് മാത്രമാണ് BJPക്ക് നൽകുന്നത്. അപ്പോൾ വലിയൊരു മുന്നേറ്റം കോൺഗ്രസിന് അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നു. ഈ പറഞ്ഞതുപോലുള്ള ജനകീയ പ്രശ്നങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ BJPക്കെതിരെ ആഞ്ഞടിച്ചു. കോൺഗ്രസിന് വലിയ അനുകൂല ഘടകമുണ്ടായി. ഏതായാലും ഭൂപേന്ദ്ര സിംഗ് ഹൂഡ വലിയ ഹീറോ ആയി, വലിയ പവർഫുൾ നേതാവായി ഹരിയാനയിൽ തിരിച്ചു വരുന്നതിന്റെ വ്യക്തമായ സൂചന നമുക്ക് ആ ബെൽറ്റ് ഒന്ന് പരിശോധിച്ചാൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു, ഡൽഹി ബോർഡർ ചെയ്യുന്ന ഹരിയാനയിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു, ഹരിയാന ബോർഡർ ചെയ്യുന്ന പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു. നോക്കൂ, ഇനിയിപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത് മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ബീഹാർ തെരഞ്ഞെടുപ്പുകളാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടപ്പാക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ വലിയ ആന്റി ഇൻകംബൻസി ഫാക്ടറാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP വിരുദ്ധ, ശിവസേന വിരുദ്ധ ആയിട്ടുള്ള ഒരു വലിയ വികാരം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണി കരുത്താർജിക്കാൻ പോകുന്നു എന്ന് വേണമോ നമ്മൾ കരുതാൻ? കാരണം ഇനിയിപ്പം ഡൽഹിയിൽ നടക്കാൻ പോകണം. ഞാൻ വിചാരിക്കുന്ന ഡൽഹി അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഡൽഹിയിൽ ഇലക്ഷൻ നടക്കണം. ആം ആദ്മി പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം ഹരിയാനയിൽ ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡലായിരുന്നു. ഹരിയാനയിൽ വേണമെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് 1-2 MLA-മാർ അവിടെ ഉണ്ടാകുമായിരുന്നു. അത് വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഗുണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി ഈ രീതിയിലൊരു മാറ്റം അവിടെ സീറ്റുമായി വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഏർപ്പെടുകയും അവരൊറ്റയ്ക്ക് മത്സരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവരൊരു 1-2% വോട്ടാണ് മാക്സിമം പിടിക്കുക. ഏതായാലും മഹാരാഷ്ട്ര, ബീഹാർ, ജാർഖണ്ഡ് ഇനി നടക്കാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും PR സുനിൽ? തീർച്ചയായും ഹിന്ദി ബെൽറ്റിൽ മാറ്റത്തിൻ്റെ സൂചന ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹരിയാന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ഇനി ഈ പറയുന്നത് പോലെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ജാർഖണ്ഡിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ ദീർഘകാലം ജയിലിലിട്ട് അത് വലിയ രാഷ്ട്രീയ വിവാദമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ വലിയ വികാരം BJPക്കെതിരെ അലയടിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ വലിയ ഭരണവിരുദ്ധ വികാരം അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ ഈ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഹിന്ദി മേഖലയിലേക്ക് വരുമ്പോൾ ഹിന്ദി ബെൽറ്റിൽ ഹരിയാനയിൽ തുടങ്ങുന്ന ഈ ഒരു മാറ്റം തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാനുള്ള, പടരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാകും എന്ന കാര്യം കൂടി ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് കിട്ടിയതോടെ കോൺഗ്രസ് വലിയ നിലയിൽ ദേശീയ തലത്തിലേക്ക് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ടായി. കോൺഗ്രസ് തകർന്ന് ഇല്ലാതായി പോയുന്ന ഒരു സാഹചര്യമായിരുന്നു 2014 മുതൽ കണ്ടതെങ്കിൽ കോൺഗ്രസിന്റെ വലിയ തിരിച്ചുവരവ് 2024 സംഭവിച്ചു. എന്തായാലും പ്രധാനമായിട്ട് ഞാൻ
ഒരു റിസൾട്ട് കൂടി എത്തുന്നു. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് കേവല ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുകയാണ് ടൈംസ് നൗ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് സഖ്യം 50 സീറ്റുകൾ വരെ നേടിയേക്കാം. കേവല ഭൂരിപക്ഷം, 2 ഏജൻസികളും കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിലും തൂക്ക് നിയമസഭയല്ല, അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് NC സഖ്യത്തിന് കേവല ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നു. BJPക്ക് ജമ്മു കാശ്മീർ സംസ്ഥാന പദവി റദ്ദാക്കിയ നിയമനിർമ്മാണം തിരിച്ചടിയായി മാറുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസിന് 46 മുതൽ 50 സീറ്റുകൾ വരെ നേടാൻ സാധിക്കും. BJP 23 മുതൽ 27 സീറ്റുകൾ വരെ. കഴിഞ്ഞ തവണത്തെ പ്രകടനത്തിൽ നിന്ന് 2014 പ്രകടനത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ BJPക്ക് സാധിച്ചിട്ടില്ല. അതേസമയം PDPക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നു. 28 സീറ്റുകളിൽ നിന്ന് 7 മുതൽ 11 സീറ്റുകൾ എന്ന അവസ്ഥയിലേക്ക് PDP നിലം പൊത്തുന്നു. നാഷണൽ കോൺഫറൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യം ജമ്മു കാശ്മീരിൽ അധികാരത്തിലേക്ക് എന്ന് 2 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2014 തെരഞ്ഞെടുപ്പിൽ 15 സീറ്റ് നാഷണൽ കോൺഫറൻസിനുണ്ട്, 12 സീറ്റ് കോൺഗ്രസിനുണ്ട്. അപ്പൊ 27 സീറ്റ് ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. ഇവിടെ നഷ്ടം വരുന്ന ആർക്കാണ്? PDP. ആ PDPയുടെ ലോസ് അതാണ്. അപ്പൊ ആ PDPയുടെ ലോസ് എങ്ങോട്ട് പോകും? PDPയുടെ ലോസ് ഒരിക്കലും BJPക്ക് പോവില്ല. അത് നാഷണൽ കോൺഫറൻസിലേക്ക് പോവുള്ളൂ. അപ്പൊ PDPയുടെ ആ ലോസ് എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസിന് ഗുണകരമാകുന്നു. അതേപോലെ തന്നെ ജമ്മുവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെർഫോം ചെയ്യും. അവിടെ അങ്ങനെ വരുമ്പോൾ നാഷണൽ കോൺഫറൻസ് INC കോൺഗ്രസ് സഖ്യം എന്ന് പറയുന്നത് ഒന്നാം തരം ഒരു ഫോർമുലയായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. ആ ഫോർമുല വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഫോർമുല വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒമർ അബ്ദുള്ളയായിരിക്കും ജമ്മു കാശ്മീരിൽ 8-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മുഖ്യമന്ത്രിയാവുക. ഹരിയാനയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ ആയിരിക്കും മുഖ്യമന്ത്രിയാവുക. അങ്ങനെയാണെങ്കിൽ PR സുനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയാം, ഒരു സൂചന തരാം. അതായത് നോക്കൂ, ഈ NDA എന്ന് പറയുന്നത് ശക്തി പ്രാപിച്ചതും BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനും ഒരു മുൻചരിത്രമുണ്ട്. അതെങ്ങനെയാണ്? ഗുജറാത്ത് പിടിക്കുന്നു, കർണാടക പിടിക്കുന്നു, അതേപോലെ തന്നെ ബീഹാർ പിടിക്കുന്നു, മഹാരാഷ്ട്ര പിടിക്കുന്നു, മധ്യപ്രദേശ് പിടിക്കുന്നു, രാജസ്ഥാൻ പിടിക്കുന്നു, ഛത്തീസ്ഗഡ് പിടിക്കുന്നു, ഇങ്ങനെ ഉത്തർപ്രദേശ് പിടിക്കുന്നു. ഇങ്ങനെയാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് BJP. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഭാവി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തെലങ്കാനയിൽ അധികാരത്തിൽ വന്നു, അല്ലെ? കർണാടകത്തിൽ അധികാരത്തിൽ വന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടികളാണ് കേരളവും തമിഴ്നാടും ഭരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹരിയാന പിടിക്കുന്നു, മഹാരാഷ്ട്ര പിടിക്കാൻ പോകുന്നു, ജാർഖണ്ഡ് പിടിക്കാൻ പോകുന്നു. ഇങ്ങനെ വന്നാൽ 2029 ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു ഫോർമിഡബിൾ അലയൻസായി മാറുകയും BJP NDA സഖ്യം അത് തകരാറിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു രാഷ്ട്രീയ വിലയിരുത്തലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? വളരെ വളരെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു നിരീക്ഷണമാണ്. എങ്കിൽ കൂടി നമ്മുടെ ഭൂതകാലം നോക്കിയാൽ ഇങ്ങനെയാണ് NDA മുന്നോട്ട് വന്നിട്ടുള്ളത്, BJP മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേ ഗ്രാഫാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം കാണിക്കുന്നത്. തീർച്ചയായും അതിനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഏതായാലും ഈ ഓരോ സംസ്ഥാനങ്ങളും മാറുകയാണ്. 2014 മുതൽ എങ്ങനെയാണോ കോൺഗ്രസ് തകർന്നടിഞ്ഞത്, അതുപോലെ 2024 മുതൽ BJP തകർന്നടിയുന്നതിൻ്റെ സൂചനയാണോ ഹരിയാന എന്ന് നമുക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടി വരും. ഏതായാലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഏറെ നിർണായകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് പാർട്ടികളുടെ കോൺഫിഡൻസ് കൂടുന്നു എന്നതാണ്. കോൺഗ്രസിൻ്റെ കോൺഫിഡൻസ് ഇരട്ടിയാകുന്നു. കോൺഗ്രസിൻ്റെ കൂടെ കൂടുതൽ പാർട്ടികൾ വരാം. ഒരുപക്ഷെ ഇപ്പോൾ ബീഹാറിലുള്ള സഖ്യങ്ങൾ തന്നെ, സമവാക്യങ്ങൾ തന്നെ മാറിമറിയാം. നിതീഷ് കുമാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന നിതീഷ് കുമാർ ഒരുപക്ഷെ ഈ ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരും ഭാവിയിൽ ഉണ്ടാകും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഏതായാലും കോൺഗ്രസ് വലിയ തോതിൽ ശക്തമായി നാഷണൽ ലെവലിൽ എമർജ് ചെയ്യുന്നു. കൂടുതൽ കരുത്താർജിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നത് തീർച്ചയായും 2029 കോൺഗ്രസിന്റെ വിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റു പാർട്ടികൾക്കും ഇന്ത്യ മുന്നണിയിൽ ഒരു വിശ്വാസം വർദ്ധിക്കുന്നു. ഞാൻ വളരെ പ്രധാനമായിട്ട് കാണുന്നവരുടെ ഈ പറയുന്ന സുനിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വെച്ചാൽ അടുത്ത വർഷം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തുടർച്ചയായിട്ട് നിതീഷ് കുമാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. കഴിഞ്ഞ 15 വർഷമായിട്ട് ബീഹാറിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് നിതീഷ് കുമാറാണ്. പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ BJP സഖ്യവുമായി നിന്നുകൊണ്ടാണെങ്കിൽ ആന്റി ഇൻകംബൻസി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാർ തൂത്തെറിയപ്പെടും അവിടെ നിന്ന്. അപ്പോൾ നിതീഷ് കുമാറിന് ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയാത്തൊരു നേതാവാണ്. അതുകൊണ്ടാണ് സമയാസമയം പോലെ അദ്ദേഹം തരം മാറി കളം മാറി ചവിട്ടി തന്റെ ഈ മുഖ്യമന്ത്രി പദം നിലനിർത്തുന്നത്. ഇപ്പോൾ PR സുനിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യ സഖ്യം മുന്നേറുന്നു, വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടികളായിട്ട് അത് ശക്തി പ്രാപിക്കുന്നു, കേന്ദ്രത്തിൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നു. ഈ സാഹചര്യത്തിൽ വേണമെങ്കിൽ നിതീഷ് കുമാറിന് NDA മുന്നണി വിടാം. അങ്ങനെയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സർക്കാർ വീഴും. എക്സാക്ട്ലി. കാരണം വേറൊരു പാറ്റേൺ കൂടി ഇതിനകത്ത് ബാലകൃഷ്ണൻ കാണാൻ സാധിക്കും. എല്ലാ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 90% നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആന്റി ഇൻകംബൻസി ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഫാക്ടർ. അതായത് ഭരണത്തിലിരിക്കുന്ന, പ്രത്യേകിച്ച് 10 വർഷം ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളെ തൂത്തെറിയും എന്ന കാര്യം സംശയമില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഹരിയാനയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ BJP PDP 2014 2018 മുതൽ BJP PDP അവിടെ ഇല്ലെങ്കിൽ പോലും, അധികാരത്തിലില്ലെങ്കിൽ പോലും, നമ്മൾ 2014 അവിടെ അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 10 വർഷത്തിന് ശേഷം ഒരു ആന്റി ഇൻകംബൻസി അവിടെ സ്ട്രോങ് ആണ്. ബീഹാറിലും അത് സംഭവിച്ചേക്കാം എന്നതിന്റെ സൂചനയാണ്. ഒരു കാര്യം കൂടിയുണ്ട്. മാത്രമല്ല പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ശക്തി പകരുന്നു എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാത്രം വിജയമല്ല. നോക്കൂ, ഇതെല്ലാ ഇടങ്ങളിലും. ഇപ്പോൾ ഹരിയാനയിൽ നോക്കിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ സഖ്യത്തിന്റെ പിന്തുണയോട് കൂടിയല്ല, പക്ഷേ ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ പിന്തുണയോട് കൂടിയാണ്. ഇനി ബീഹാറിലേക്ക് വന്നാൽ അവിടെ തേജസ്വി യാദവിന്റെ പിന്തുണയോട് കൂടിയാണ്, RJDയുടെ പിന്തുണയോട് കൂടിയാണ്. മഹാരാഷ്ട്രയിലേക്ക് എത്തിയാൽ ശിവസേനയുടെ പിന്തുണയോട് കൂടിയാണ്. കർണാടകയിലേക്ക് വന്നാൽ അവിടെ ഒറ്റയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സ്വാധീനം കിട്ടുന്നു. അപ്പോൾ പ്രാദേശികമായിട്ടും ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വന്നാൽ DMKക്ക് ശക്തി പ്രാപിക്കാൻ സാധിക്കുന്നു. തെലങ്കാനയിൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇനി ആന്ധ്രാപ്രദേശിൽ TDP ശക്തി പ്രാപിച്ചിരിക്കുന്നു. അത് NDAയുടെ ഭാഗമായിത്തീരുന്നു. ആ അർത്ഥത്തിൽ BJPക്ക് ഈ പ്രാദേശിക ഇടങ്ങളിലേക്ക് കടന്നു കയറുന്ന ഒരു വലിയ ഒരു അശ്വമേധം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെടുകയും പ്രാദേശിക നേതാക്കളും പ്രാദേശിക പാർട്ടികളും കുറച്ചുകൂടി ഇന്ത്യ മുന്നണിയുടെ ചങ്ങലയിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ മാലയിൽ കോർത്തിണക്കി കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. അത് മാത്രമല്ല, പ്രാദേശികമായ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നു. അതെ, അത് തീർച്ചയായിട്ടും. അതുപോലെ പക്ഷേ വേറൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നത്, 2024 തെരഞ്ഞെടുപ്പിൽ നിരാശപ്പെടുത്തിയത്, ഇന്ത്യ മുന്നണിയെ നിരാശപ്പെടുത്തിയത് ബീഹാർ ആയിരുന്നു അല്ലെ? ബീഹാറിൽ ഈ പറയുന്ന RJD ശക്തമായി മുന്നോട്ട് വരുന്നു, തേജസ്വി യാദവ് ശക്തമായി മുന്നോട്ട് വരുന്നു. സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയെ ഡിച്ച് ചെയ്ത നിതീഷ് കുമാറിനോട് ഒരു പകരം വീട്ടിലുണ്ടാകും. ആന്റി ഇൻകംബൻസി, അതായത് ലോക്കൽ ആന്റി ഇൻകംബൻസി നിശ്ചയമായും നിതീഷിനെതിരാവുന്നൊക്കെ വിലയിരുത്തിയെങ്കിൽ പോലും ബീഹാർ നിതീഷ് കുമാറിനോടൊപ്പം BJPക്കൊപ്പം നിന്നു എന്നുള്ളൊരു ചരിത്രമാണ്. അതൊരു വസ്തുതയാണ്. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. അവിടെ എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ട്രംപ് കാർഡ്? കാസ്റ്റ് സെൻസസ് ആയിരുന്നു അല്ലെ? അതിനകത്ത് കാസ്റ്റ് സർവേ നടത്തിയ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. കാസ്റ്റ് സർവേ നടത്തിയ മുഖ്യമന്ത്രിയോട് വിശ്വാസം പ്രകടിപ്പിച്ചു കൊടുത്ത ജനങ്ങൾ, അതിപ്പോ BJPയോടൊപ്പം നിന്നാലും പിന്നെ ഇന്ത്യ സഖ്യത്തോടൊപ്പം നിന്നാലും അവിടുത്തെ ജനങ്ങൾ കാസ്റ്റ് സർവേ നടത്തിയ ഒറ്റ കാരണത്താൽ നിതീഷ് കുമാറിനോടൊപ്പമായിരുന്നു. പക്ഷേ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനങ്ങളിലേക്ക് ട്രെൻഡ് ഇങ്ങനെയാണ് എങ്കിൽ, അതൊരു ആന്റി BJP ട്രെൻഡാണ് എങ്കിൽ നിശ്ചയമായും നിതീഷ് കുമാറിന് അത് പണിയായി വരും. നിതീഷ് കുമാറിന് അത്ര എളുപ്പത്തിൽ ആ വേവിനെ കടന്നു കയറാൻ കഴിയില്ല BJPക്ക് ഒപ്പം നിന്നുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ BJP സഖ്യം നിതീഷ് കുമാർ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ആയി എന്ന അർത്ഥം കേന്ദ്രത്തിൽ സർക്കാർ. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടും. ഈ വരാനിരിക്കുന്ന മനോഹരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് തിരയിളക്കങ്ങൾ ഇനി സംഭവിക്കാനിരിക്കുന്നു. അതിന്റെ ഒരു തുടക്കമായിരിക്കും ഹരിയാനയും ജമ്മു കാശ്മീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഖിലേഷ് യാദവിന്റെ ഉത്തർപ്രദേശിലെ തേരോട്ടം നമ്മൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ സമാജ്വാദി പാർട്ടി ഒരു ഭാഗത്ത് ശക്തി പ്രാപിക്കുന്നു, ഒരു ഭാഗത്ത് നാഷണൽ കോൺഫറൻസ് ശക്തി പ്രാപിക്കുന്നു, ഒരു ഭാഗത്ത് JJPയും INLDയും വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നില്ലെങ്കിൽ കൂടി ജാട്ട് സമുദായത്തിനിടയിൽ ഒരു മിനിമം പിന്തുണ നിലനിർത്തുന്നു. PDP അവിടെ 7-8 സീറ്റുകളാണെങ്കിൽ പോലും അവിടെ സാന്നിധ്യമായി മാറുന്നു. തമിഴ്നാട്ടിൽ DMK ശക്തി പ്രാപിക്കുന്നു. അങ്ങനെ ഓരോ മേഖലകളിലും റീജിയണലായിട്ടുള്ള പാർട്ടികളുടെ ഒരു വലിയ സാന്നിധ്യം കൂടി ഉണ്ടാവുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. രാജ്യസഭയിലെ സീറ്റ് ഇനി നോക്കൂ, ഈ ഹരിയാനയിൽ വിജയിക്കുന്നതോടുകൂടി രാജ്യസഭയിൽ ഒരു 6 സീറ്റുകളുടെ കാര്യത്തിൽ വ്യത്യാസം വരും. ഇനി ജമ്മു കാശ്മീരിൽ വീണ്ടും അധികാരത്തിലെത്തുന്നതോടുകൂടി അവിടെയും വ്യത്യാസം വരും. അപ്പോൾ സ്വാഭാവികമായും അത്ര എളുപ്പമായിരിക്കില്ല ഇനി BJPക്ക് രാജ്യസഭയിലും വരും ദിവസങ്ങളിലുള്ള നിയമനിർമ്മാണ പ്രക്രിയകളടക്കം. അതുകൊണ്ട് തന്നെ ഈ വളരെ ദുർബലമായിരിക്കുന്ന ഒരു NDA സഖ്യത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൂടുതൽ കരുത്തു പകരുന്ന ഇന്ത്യ മുന്നണിയാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഏറ്റവും ഒടുവിൽ നമുക്ക് എത്തിയിരിക്കുന്ന ഫലസൂചന പ്രകാരം ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുകയാണ് മിക്ക സർവേകളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിക്കും. ഹരിയാനയിൽ കോൺഗ്രസ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം എന്ന് മാത്രമല്ല 3-2 ഭൂരിപക്ഷം ലഭിക്കും ഹൂഡയ്ക്ക് എന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും ഇപ്പോൾ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ അരുണേ, ഈ പറയുന്ന ഈ
ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ടല്ലോ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായാലും മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷെയർ മാർക്കറ്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഓഹരി കമ്പോളത്തിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഇത് ഊതിപ്പെരിപ്പിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം 2024 എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പിന് എന്തായാലും ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഊതി വീർപ്പിച്ച കണക്കാകാനുള്ള ഒരു സാധ്യതയുമില്ല. മാത്രമല്ല ഇത്തവണ വളരെ കെയർഫുള്ളായി, വളരെ സസൂക്ഷ്മമായിട്ടായിരിക്കും ഈ എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവുക. ഒരു സംശയം വേണ്ട. കാരണം എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെട്ട ദിവസമാണ് 2024 പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. അത് അങ്ങേയറ്റം അപകടകരമായിരുന്നു, അങ്ങേയറ്റം പരാജയമായിരുന്നു. അതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ ഈ സമയവും സംശയത്തിന്റെ നിഴലിലാണ്. അതൊരു ഷെയർ ബൂം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അക്കാര്യത്തിലൊക്കെ അന്വേഷണം പ്രഖ്യാപിക്കും എന്നാണ്, അന്വേഷണം നടത്തണമെന്നാണ് പിന്നെ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ആവശ്യമെങ്കിലും ഒരു ഇഞ്ച് പോലും അക്കാര്യത്തിലൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഏതായാലും ഞാൻ വിചാരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടിയും അതിനെ കോർത്തിണക്കുന്നൊരു കണ്ണിയായിട്ട് രാഹുൽ ഗാന്ധി എമർജ് ചെയ്തു വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം നാഷണൽ കോൺഫറൻസ് ആണ് പ്രധാനപ്പെട്ട പാർട്ടി. ജമ്മു കാശ്മീരിൽ സംശയമില്ല. ഹരിയാനയിൽ ഈ പറയുന്ന കോൺഗ്രസ് തന്നെ ശക്തമായിട്ട് വരുന്നു എന്നുള്ളത് പ്രധാനമാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് പിന്നെ സംസ്ഥാനത്ത്, ജാർഖണ്ഡിൽ വലിയ പാർട്ടി, ശരിയാണ്. അപ്പോഴും ഒക്കെ ഇതിനെയൊക്കെ കൊരുത്തിണക്കുന്ന ഒരു ദേശീയ നേതൃമുഖമായി രാഹുൽ ഗാന്ധി എമർജ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണങ്ങൾക്ക് വലിയ ശക്തമായ പിന്തുണ അത് ജമ്മു കാശ്മീരിൽ നമ്മൾ കണ്ടു, ഹരിയാനയിലും നമ്മൾ കണ്ടു, ഇനി വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മളത് കാണും. ആ അർത്ഥത്തിൽ കോൺഗ്രസ് റിജുവിനേറ്റ് ചെയ്യുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് ശക്തി പ്രാപിക്കുന്നത്? ഓരോ പ്രാദേശിക പാർട്ടികളെയും കൂട്ടത്തിൽ നിർത്തിക്കൊണ്ടാണ് ശക്തി പ്രാപിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന മുന്നണിയായി. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ UPA 1ാം സീസണിൽ എങ്ങനെയാണോ കോൺഗ്രസ് ആ ദൗത്യം നിർവഹിച്ചിരുന്നത് അതേ അവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി പോകുന്നു. പക്ഷേ ഇവിടെ സീതാറാം യെച്ചൂരിയെ പോലെയുള്ള നേതാക്കളുടെ അഭാവമുണ്ട്. എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പാകതയിലേക്കും പക്വതയിലേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേതൃത്വവും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാഷണൽ കോൺഫറൻസിനെ കൂടെ നിർത്തിയുള്ള ഈ പോരാട്ടം അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യം പാളിപ്പോയെങ്കിലും, പഞ്ചാബിൽ അത് വിജയിച്ചുവെങ്കിലും, ഡൽഹിയിൽ അത് വിജയിച്ചുവെങ്കിലും, ആ അർത്ഥത്തിൽ സഖ്യം വിജയിച്ചുവെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ദിനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂപീന്ദർ ഹൂഡ അധികാരത്തിലേക്ക് എത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് എത്തും. അവിടെ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത തെളിയുന്നു ജമ്മു കാശ്മീരിൽ എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ കണ്ടത് വടക്കൻ വോട്ടാണ്. ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെയും രാഷ്ട്രീയ ഫല സൂചനകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പോൾ ഓഫ് പോൾസിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണക്കിലേക്ക് എത്തിയാൽ ഹരിയാനയിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭൂപീന്ദർ ഹൂഡ, അതിന് കുമാരി ഷെൽജിയും ഭൂപീന്ദർ ഹൂഡയും തമ്മിലുള്ള അടി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാവുന്നതാണ്. തുടക്കം മുതൽ തന്നെ ഉണ്ടെങ്കിൽ പോലും ഹൂഡയ്ക്ക് തന്നെയാണ് നിശ്ചയമായും ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. മാത്രമല്ല ഹൂഡ എന്ന് പറയുന്നത് ഒബിസി ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. മാത്രമല്ല ഈ PSL പറഞ്ഞ കണ്ടില്ലേ, അവിടെ ഫീൽഡിൽ ഹൂഡ ഈസ് ദ കിങ്. അതെ, ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. ഈ ഹൂഡ ഇറങ്ങി നടത്തുന്ന ഈ പ്രചാരണ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗംഭീരമായ പ്രചാരണ പരിപാടികളാണ്. വളരെ അവിടുത്തെ ഈ ലാലുമാരുണ്ടല്ലോ, ഈ ഭജൻ ലാല്, ബൻസി ലാല് തുടങ്ങിയിട്ടുള്ള വലിയ താപ്പാനുകളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ജാട്ട് ശക്തി കൊണ്ട് അട്ടിമറിച്ച നേതാവാ ഭൂപീന്ദർ സിംഗ് ഹൂഡ. അപ്പൊ ആ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ ഈ 28% വോട്ടുണ്ടല്ലോ, പോക്കറ്റിൽ കിടക്കുന്ന ജാട്ട് വോട്ട്, അതൊരു ചെറിയ കാര്യമല്ല, അതൊരു ചെറിയ ശക്തിയല്ല. അപ്പൊ അതുകൊണ്ട് കുമാരി ഷെൽജയ്ക്ക് മാറിയൊക്കെ നിൽക്കേണ്ടി വരും. ഭൂപീന്ദർ സിംഗ് ഹൂഡ തന്നെയായിരിക്കും അവിടെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. മാത്രമല്ല കുമാരി ഷെൽജി ഇപ്പോൾ MP കൂടിയാണ്. വലിയ സ്വാധീനം ഇനി നിയമസഭയിൽ ചെലുത്താൻ കഴിയുകയുമില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഹരിയാനയിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് എത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. രണ്ടിടത്തും BJPക്ക് കനത്ത തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്നും ഫലസൂചനകൾ പറയുന്നു. ഹരിയാനയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം. ജമ്മു കാശ്മീർ സംസ്ഥാന പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ PDPക്കും വലിയ പരാജയമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ഇതാണ് വടക്കൻ വോട്ടിന്റെ ഈ നിമിഷത്തിലെ ഏറ്റവും ഒടുവിലത്തെ മഹാ എക്സിറ്റ് പോൾ ഫലസൂചന. ഇനി 8-ാം തീയതി രാവിലെ 8 മണി മുതലാണ് കൗണ്ടിങ്. ആ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറേ വേണ്ടി വരുള്ളൂ. 2 മണിക്കൂർ കൊണ്ട് ഹരിയാനയും ജമ്മു കാശ്മീരിന്റെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് എന്നാണ് നമ്മൾ റിപ്പോർട്ടർമാരും സൂചിപ്പിക്കുന്നത്. നമുക്ക് കാണാം. വോട്ടെണ്ണൽ ദിവസം രാവിലെ 7 മണി മുതൽ റിപ്പോർട്ടർ TVക്കൊപ്പം പ്രേക്ഷകരും തുടരുക. ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെയും തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ ഭൂപീന്ദർ ഹൂഡയുടെ ചിരിയാണോ അതല്ല ചിരിക്കാൻ പോകുന്നത് സൈനിയാണോ എന്നതാണ് ചോദ്യം. മോദി പ്രഭാവം കുറയുന്ന ഹരിയാനയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതൊരു തുടക്കമാവും പലതിൻ്റെയും എന്നാണ് വടക്കൻ വോട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാനുള്ളത്.